ഹലോ മച്ചന്മാരെ, വെൽക്കം ബാക്ക് ടു മല്ലു എക്സ്പ്ലെയിനർ. ഇന്ന് ഞാൻ പറഞ്ഞുതരാൻ പോകുന്ന ഈ ഒരു കഥയുണ്ടല്ലോ, അത് നിങ്ങൾ രാത്രി സമയത്ത്, അതും അർദ്ധരാത്രിയിൽ കേൾക്കുകയാണെങ്കിൽ കുറച്ചുകൂടെ രസം ഉണ്ടാവും കേട്ടോ. കാരണം എന്താ, അങ്ങനെ പേടിക്കാൻ ആവശ്യമായിട്ടുള്ള കുറച്ചധികം കാര്യങ്ങൾ ഈ സിനിമയിലുണ്ട്. ഒരു ഉദാഹരണത്തിന് പറയുകയാണെങ്കിൽ, കഥാനായികയായിട്ടുള്ള ഹൈലി, അവളുടെ മുത്തശ്ശി മരണപ്പെട്ടു പോയിട്ടുണ്ട്. എന്നാൽ ഈ ഇടയായിട്ട് അവളുടെ മുത്തശ്ശിയെ അവൾ നേരിട്ട് കാണുകയാണ്. മുത്തശ്ശിയുടെ മുറിയിൽ അവരുടെ ആ ഒരു കട്ടില് വല്ലാതെ ഭയന്നിരിക്കുന്ന മുത്തശ്ശിയുടെ തൊട്ടടുത്തിരിക്കുന്ന വല്ലാത്ത രൂപമുള്ള ഒരു ആത്മാവ്. മുത്തശ്ശി ആകെ ഭയത്തിലാണ്. അതുപോലെ തന്നെ ആ ആത്മാവാണെങ്കിൽ വളരെ ആർത്തിയോട് കൂടിയിട്ട് ഭക്ഷണം കഴിക്കുകയാണ്. മാത്രമല്ല, മറ്റൊരു വിചിത്രമായിട്ടുള്ള കാര്യം കൂടി ഈ ഒരു സിനിമയിൽ സംഭവിക്കുന്നുണ്ട്. ഹൈലി അവളുടെ ഡ്യൂട്ടി എല്ലാം കഴിഞ്ഞ് തിരിച്ചു വരുന്ന വഴിയിൽ ഈ റോഡിന്റെ നടുവിൽ പ്രത്യേക രീതിയിൽ നൃത്തം ചെയ്യുന്ന കുറച്ചധികം വയസ്സന്മാരെ കാണാണ്. പേടിച്ച് അവൾ ഓടിക്കയറിയത് മറ്റൊരു വീട്ടിലേക്കും. ആ വീട്ടിലാണ് അവൾക്കായിട്ടുള്ള വിരുന്ന് കരുതി വെച്ചിരിക്കുന്നത്. ആരാണ് ആ വിരുന്ന് വെച്ചത്? എല്ലാം കഥയിലൂടെ തന്നെ നമുക്ക് കേട്ട് മനസ്സിലാക്കാം. അപ്പൊ പോവുകയല്ലേ കഥയുടെ ഈ മായാ ലോകത്തിലേക്ക്. സോ അഗൈൻ വെൽക്കം ബാക്ക് ടു മല്ലു എക്സ്പ്ലെയിനർ. സിനിമയുടെ ആരംഭത്തിൽ തന്നെ ആരും ഉപയോഗിക്കാത്ത ഒരു പഴയ ഇടിഞ്ഞു പൊളിഞ്ഞ വീട് കാണിക്കുകയാണ്. പക്ഷെ അവിടെ ആരും കാണിക്കുന്നില്ല എന്നോ വോയിസ് ഓവറിലൂടെ ഒരു കാര്യം നമുക്ക് പറഞ്ഞു തരുന്നുണ്ട്. അതെന്താണെന്ന് വെച്ചാൽ, ജീവനുള്ള ഒരു മനുഷ്യനും ഈ വീട്ടിലേക്ക് കയറി ചെല്ലാൻ പാടില്ല, പ്രത്യേകിച്ച് രാത്രി കാലങ്ങളിൽ. അങ്ങനെ ആ വീട്ടിലേക്ക് രാത്രിയോ പകലോ ചെന്ന ആൾക്കാർ കേട്ടത് അപശബ്ദങ്ങളായിരുന്നു. ഭയപ്പെടുത്തുന്ന, കേൾക്കാൻ പോലും ഭയം തോന്നുന്ന വല്ലാത്ത നിലവിളിയായിരുന്നു. പിന്നെ ഇതെല്ലാം താണ്ടിക്കൊണ്ട് നിങ്ങൾക്ക് അങ്ങോട്ടേക്ക് പോകാൻ താല്പര്യമുണ്ടെങ്കിൽ നിങ്ങൾ ധൈര്യമായിട്ട് പോയിക്കോ, പക്ഷെ നിങ്ങൾ ജീവനോടെ തിരിച്ചു വരില്ല. ആ കാര്യത്തിൽ യാതൊരു ഉറപ്പുമില്ല. ഇതിനെല്ലാത്തിനും കാരണം ആ വലിയ വീടിന്റെ ഉടമസ്ഥനായിട്ടുള്ള ഹലാസയാണ്. എന്താണ് ഈ വീട്? ഇവിടെ വെച്ച് എന്താണ് നടക്കുന്നത്? ഇതെല്ലാം ഇനി നമുക്ക് കഥയിലൂടെ കേട്ട് മനസ്സിലാക്കാം. ഇവിടെ സീൻ കട്ടായി അടുത്ത സീനിൽ ഒരു കുഞ്ഞിനെ കാണിക്കുകയാണ്. അവളുടെ പേര് ഹൈലി എന്നാണ്. ഹൈലി ഉറങ്ങാൻ കിടക്കുന്ന സമയത്ത് അവളുടെ അരികിലേക്ക് അവളുടെ ഉമ്മ വരികയാണ്. ഉമ്മയെ നോക്കിയിട്ട് ഹൈലി പറയുന്നുണ്ട്, ഉമ്മ എനിക്ക് തീരെ പറ്റുന്നില്ല, രണ്ടാനുപ്പയെ തീരെ പറ്റുന്നില്ല ഉമ്മ, എനിക്ക് അയാൾ കാണണ്ട, എനിക്ക് അയാളുടെ വെറുപ്പാണ്. ഇതെല്ലാം പറയുന്ന സമയത്ത് ഹൈലിയുടെ ഉമ്മ പറയാണ്, നീ അതൊന്നും പറയണ്ട, എന്റെ പഴയ ജീവിതത്തിലേക്ക് എനിക്കിനി തിരിച്ചു പോകാൻ കഴിയില്ല, നീ എല്ലാം സഹിച്ച് ഇവിടെ തന്നെ നിന്നോണം, അതുപോലെ തന്നെ അത് നിന്റെ ഉപ്പയാണ്, അതാദ്യം നീ മനസ്സിലാക്കണം. ഇതും പറഞ്ഞുകൊണ്ട് ഹൈലിയുടെ ഉമ്മ അവിടുന്ന് പോവാണ്. കുറച്ചു നേരം കഴിഞ്ഞപ്പോൾ ഹൈലിക്ക് ഇഷ്ടമില്ലാത്ത അവളുടെ രണ്ടാനുപ്പ ആ റൂമിലേക്ക് കയറി വരുന്നുണ്ട്. പതിയെ ഈ കുട്ടിയുടെ പല ഭാഗത്തായിട്ടും അനാവശ്യമായിട്ട് തൊടാൻ തുടങ്ങുകയാണ്. കുട്ടിയാകെ പേടിച്ചു പോയി. ഇയാളോട് പുറത്തു പോ എന്നൊക്കെ ഇങ്ങനെ പറയുന്നുണ്ട്. ഇതേ സമയത്ത് തന്നെ ഹൈലിയുടെ ഉമ്മ ഈ റൂമിലേക്ക് കയറി വരികയാണ്. സാധാരണ എന്താ സംഭവിക്കുക, രണ്ടാമത്തെ ഹസ്ബൻഡ് ആദ്യത്തെ കുഞ്ഞിനോട് എന്തെങ്കിലുമൊക്കെ കാണിക്കുമ്പോൾ അവരെ അടിച്ചൊടിപ്പിക്കുകയല്ലേ ചെയ്യുക. എന്ന് ഈ തള്ള കാണിച്ച പരിപാടി എന്താ വെച്ചാല്, ഇയാളെയും അതുപോലെ തന്നെ ആ ഒരു കുഞ്ഞിനെയും ആ റൂമിലാക്കി പുറത്തുനിന്ന് വാതിലടച്ച് ഇവര് പോവാണ്. ഇതിനുശേഷം ഈ മനുഷ്യൻ എന്തായിരിക്കും ചെയ്തിട്ടുണ്ടാവുക? അത് തന്നെ ആ ഒരു വീട്ടിൽ വെച്ച് നമ്മുടെ ഹൈലിയെ റേപ്പ് ചെയ്യുകയാണ്. ഇത് ഒരു ദിവസമോ 2 ദിവസമോ അല്ല, ഇതെല്ലാ ദിവസവും ഇങ്ങനെ തന്നെയായിരുന്നു. സഹിച്ച് ഹൈലിക്ക് ഇത് മടുത്തുപോയി. ഒരു ദിവസം രാത്രി അവളൊരു കാര്യം തീരുമാനിക്കുകയാണ്. അടുക്കളയിൽ പോയി ഒരു കത്തി എടുത്തു. ഉറയും കിടക്കുന്ന ഉമ്മയുടെ കഴുത്തിനിട്ട് ആദ്യം ഒരു വെട്ട് കൊടുക്കുകയാണ്. ചോര ചീറ്റി അവളുടെ ഉമ്മ ആദ്യം മരണപ്പെട്ടു പോയി. ഇതിനുശേഷം അവളെ റേപ്പ് ചെയ്ത അവളുടെ രണ്ടാനുപ്പ അയാളുടെ അടുത്തേക്കും ചെന്ന് ഇയാളുടെ കഴുത്തിനിട്ടും കൊടുക്കാൻ ഒരു വെട്ട്. ചോര ഒലിപ്പിച്ചുകൊണ്ട് ഇയാൾ മരണപ്പെട്ടു പോകുന്നുണ്ട്. അങ്ങനെ ഈ ഒരു സംഭവം കഴിഞ്ഞു. കുറച്ചധികം വർഷങ്ങളായിട്ടുണ്ട്. കുട്ടിയായിട്ടുള്ള നമ്മുടെ ഹൈലി വളർന്നു വലുതായിട്ടുണ്ട് കേട്ടോ. അവൾ ഇന്നൊരു ഡോക്ടറാണ്. വിവാഹം ഇതുവരെയായിട്ടും കഴിഞ്ഞിട്ടില്ല. എന്നാലും അവൾ ഗർഭിണിയാണെന്ന് തോന്നുന്നു. അവളുടെ വയറ്റിൽ കൈവച്ചിട്ട് ഇതൊന്നും ഞാൻ കാരണമല്ല എന്നിങ്ങനെ അവൾ പറയാണ്. മാത്രമല്ല, ജോലിക്ക് പോകുന്നതിന് മുന്നേ അവളുടെ മുത്തശ്ശിയെ കുറിച്ച് അവളിങ്ങനെ ആലോചിക്കുകയാണ് കേട്ടോ. മുത്തശ്ശി ഓൾറെഡി മരിച്ചു പോയിട്ടുണ്ട്. അപ്പൊ മുത്തശ്ശി പറഞ്ഞ ആ ഒരു കാര്യങ്ങൾ ഇപ്പൊ നമ്മുടെ ഹൈലി ഓർത്തെടുക്കുകയാണ്. അതായത് ഇവർക്ക് കുടുംബപരമായിട്ട് ഒരുപാട് സ്വത്തുണ്ട് കേട്ടോ. സോ അതെല്ലാം അവൾക്ക് തന്നെ ലഭിക്കുമെന്ന് മുത്തശ്ശി പറയാണ്. ഇതിനുശേഷം ഹൈലി നേരെ ആശുപത്രിയിലേക്ക് ചെല്ലുകയാണ്. അവളെ കാണാനായിട്ട് ഒരു പേഷ്യൻസ് വന്നിട്ടുണ്ട്. അതായത് ഒരു ഭാര്യയും ഭർത്താവും. ഈ ദമ്പതികൾക്ക് ഇതുവരെയായിട്ടും കുഞ്ഞുങ്ങൾ ഉണ്ടായിട്ടില്ല. സോ അതിനു വേണ്ടിയിട്ടാണ് ട്രീറ്റ്മെന്റ് എടുക്കാനായിട്ട് ഇങ്ങോട്ടേക്ക് വന്നത്. ഇപ്പൊ നമ്മുടെ ഹൈലി ചോദിക്കുകയാണ്, ഇതൊന്നും ഒരു വിഷയമല്ല, നിങ്ങളുടെ കയ്യിൽ കാശുണ്ടോ? എല്ലാം നമുക്ക് ട്രീറ്റ് ചെയ്ത് ഓക്കെ ആക്കാം. അതായത് അധികം വൈകാതെ തന്നെ നിങ്ങൾക്ക് കുഞ്ഞുണ്ടാവും. ഇപ്പൊ ആ ഒരു ഭാര്യയും ഭർത്താവും പറയണം, പൈസ ഞങ്ങൾക്കൊരു പ്രശ്നമല്ല, എന്നാ പിന്നെ നിങ്ങൾ ധൈര്യമായിട്ട് പോയിക്കൊന്ന് ഹൈലി പറയാണ്. അങ്ങനെ ഇവർ പോയി കഴിഞ്ഞ ഉടനെ തന്നെ ഹൈലി അവളുടെ ഒരു ഫ്രണ്ടിനെ വിളിക്കുന്നുണ്ട്. ഇതുപോലെ ഒരു ക്ലയന്റ് വന്നിട്ടുണ്ട്, മുൻപേ നമ്മൾ എന്താണോ ചെയ്തത് അതേ കാര്യം തന്നെ നമ്മൾ ചെയ്യാൻ വേണ്ടി പോവാണ്. എന്നാൽ ആ ഫ്രണ്ടിന് ഇത് ചെയ്യാൻ വല്ലാത്ത പേടി ഉണ്ടായിരുന്നു. മുന്നേ സംഭവിച്ചതുപോലെ ഇപ്പോഴും സംഭവിക്കുമോ, എനിക്ക് വല്ലാത്ത പേടിയുണ്ടെന്നൊക്കെ പറയാണ്. ഇപ്പൊ ഹൈലി പറയാണ്, അതൊന്നും കുഴപ്പമില്ലാന്ന്. അങ്ങനെ രാത്രി ഹൈലി അവളുടെ വീട്ടിലേക്ക് വന്നു. ഓരോ ജോലി ചെയ്തുകൊണ്ടിരിക്കുമ്പോൾ അവളുടെ മറ്റൊരു ഫ്രണ്ടായിട്ടുള്ള മുഷറഫ് അങ്ങോട്ടേക്ക് വരികയാണ്. ഇയാൾ വരുമ്പോൾ തന്നെ വല്ലാത്ത ടെൻഷനായിരുന്നു കേട്ടോ. അപ്പൊ ഇയാൾ ഇങ്ങനെ പറയുന്നുണ്ട്, ഹൈലി നമ്മൾ ചെയ്ത ആ ഒരു കാര്യം മറ്റാരെങ്കിലും അറിഞ്ഞിട്ടുണ്ടോ? എനിക്കാകെ പേടിയാവുന്നുണ്ട്. ഇതേ സമയത്ത് തന്നെ ഹൈലി പറയാണ്, ഞാൻ ആരോട് പറയാൻ, അല്ല എനിക്കെന്തോ പേടിയാവുന്നുണ്ട്, എന്തൊക്കെയോ എനിക്ക് തോന്നുന്നുണ്ട്. ഇയാൾ ഇവിടെ കിടന്ന് അലമ്പുണ്ടാക്കാൻ തുടങ്ങണം. ഇപ്പൊ ഹൈലി പറയാണ്, മര്യാദക്ക് ഇവിടുന്ന് ഇറങ്ങിപ്പോയിക്കോ, ഇതെന്റെ വീടാണ്, അത് ചെയ്യേണ്ടത് നമ്മുടെ രണ്ടുപേരുടെയും ആവശ്യമാണ്, അതുകൊണ്ടാണ് നമ്മളത് ചെയ്തത്, അല്ലാതെ അത് എനിക്ക് വേണ്ടി മാത്രം ഉണ്ടാക്കാനായിട്ട് ചെയ്തതല്ല. ഇതും പറഞ്ഞു ഹൈലി വല്ലാതെ ദേഷ്യപ്പെടുകയാണ്. മുഷറഫും അതേ ദേഷ്യത്തിൽ തന്നെ ഇവിടുന്ന് പോവാണ്. നമ്മൾ ചെയ്തു വെച്ചതൊക്കെ ആരോ അറിഞ്ഞിട്ടുണ്ട്, അതിനുള്ള ആ ഒരു പണിഷ്മെന്റ് നമുക്ക് കിട്ടുകയും ചെയ്യുന്നു പറഞ്ഞിട്ട് എന്തൊക്കെയോ പെറുപെറുത്തുകൊണ്ടാണ് മുഷറഫ് ഇവിടുന്ന് പോകുന്നത്. സത്യം പറഞ്ഞാൽ ഈ ഹൈലിയും മുഷറഫും കൂടെ എന്താ ചെയ്തേ എന്ന് നമ്മളെ കാണിക്കുന്നില്ല കേട്ടോ. അങ്ങനെ രാത്രി ഹൈലി നല്ല സമാധാനത്തോടു കൂടിയിട്ട് പുറങ്ങാണ് കേട്ടോ. ആ സമയത്ത് ഈ ഇരുമ്പിന്റെ കസാര അല്ലെങ്കിൽ പൈപ്പ് ഇതെല്ലാം ടൈൽസിൽ അല്ലെങ്കിൽ നല്ല
മിനുസുള്ള പ്രതലത്തിൽ വെച്ച് ഓർക്കുമ്പോൾ ഒരു കിരികിരി എന്നുള്ള ഒരു ശബ്ദം കേൾക്കുമല്ലോ, ഭയങ്കര ഒരു അരോചകത്താണല്ലോ. ആ ശബ്ദം നമ്മുടെ ഹൈലി രാത്രിയായപ്പോൾ ഇങ്ങനെ കേൾക്കുകയാണ്. ആ ശബ്ദം കേട്ട് അവളുടെ ഉറക്കു പോയി. അവൾ പതിയെ എഴുന്നേറ്റ് താഴേക്ക് വരികയാണ്. അവൾ അങ്ങനെ താഴേക്ക് വരുന്ന സമയത്ത് അവൾക്കൊരു ശബ്ദം കേൾക്കുന്നുണ്ട്. എന്തിനു വേണ്ടി എന്നോട് ഇത് ചെയ്തു എന്നുള്ള രീതിയിൽ. അങ്ങനെ താഴേക്ക് പോയി അവൾ അവരുടെ ആ ഒരു വരാന്തയിലൂടെ നോക്കുമ്പോൾ വരാന്തയുടെ അങ്ങേയറ്റത്തായിട്ട് കസാരയിട്ട് ആരോ ഒരാൾ ഇരിക്കുന്നുണ്ട്. വല്ലാത്തൊരു കാഴ്ചയായിരുന്നു. അതുകൊണ്ട് തന്നെ പേടിച്ച് വിറച്ച് ഹൈലി അവിടെ ഓടുകയാണ് കേട്ടോ. മാത്രമല്ല മെയിൻ ഡോർ തുറന്ന സമയത്ത് അതാ അതിന്റെ ഉള്ളിൽ നിന്നും എന്തോ ഒരു വല്ലാത്ത ജാതി സാധനം അവളുടെ അടുത്തേക്ക് വരികയാണ്. കൂക്കി നിലവിളിച്ചുകൊണ്ട് അവൾ അവിടെ ഓടുകയാണ്. ആ വരുന്ന ആ ഒരു ആത്മാവില്ലേ, അല്ലെങ്കിൽ ആ ഒരു പ്രേതത്തിന്റെ കയ്യിൽ ഈ ചെറിയ പ്രായമുള്ള വയറ്റിന്റെ ഉള്ളിൽ നിന്ന് പുറത്തെടുത്ത കുഞ്ഞുങ്ങളുണ്ടല്ലോ, അതുപോലെ എന്തോ ഒന്നുണ്ടായിരുന്നു. ഒന്നും കാണിക്കാൻ പറ്റില്ലേ. എന്തായാലും ഭയന്ന് നിലവിളിച്ച് അവൾ ഓടി പിന്നെയും അടുത്ത ഡോറ് തുറക്കുകയാണ്. ഇതേ സമയത്ത് തന്നെ വീണ്ടും ആ ഒരു പ്രേതം വന്നിട്ട് പറയാണ്, ഞാൻ എവിടെയും പോയിട്ടില്ലടിയെന്ന്. ആകെ നിലവിളിച്ച് അവൾ പെട്ടെന്ന് കണ്ണ് തുറക്കുകയാണ്. അതൊരു സ്വപ്നമായിരുന്നു. എന്നാൽ അവൾ കിടന്നിടത്ത് നല്ല എഴുന്നേൽക്കുന്നത് നിലത്തുനിന്നാണ്, ഫ്ലോറിൽ നിന്നാണ് എഴുന്നേൽക്കുന്നത്. അവൾ പിന്നീട് മറ്റെന്തോ ഒരു ശബ്ദം കേട്ട് മുത്തശ്ശിയുടെ റൂമുണ്ടല്ലോ, മുത്തശ്ശി ഓൾറെഡി മരിച്ചു പോയതാണ്, അവരുടെ ആ ഒരു റൂമിലേക്ക് വന്ന് നോക്കുമ്പോൾ ആ കാഴ്ച ഉണ്ടല്ലോ മച്ചാമാരെ, നമ്മുടെ ഹൈലിയുടെ കിഡ്നി വരെ അടിച്ചു പോകുന്ന രീതിയിലുള്ള ഒരു കാഴ്ചയായിരുന്നു. മുത്തശ്ശി ഒരു മാസ്ക് ഇട്ട് അവിടെ ഇരിക്കുന്നുണ്ട്. ഈ മുത്തശ്ശിയുടെ അടുത്ത് വല്ലാത്ത രീതിയിലുള്ള ഭയപ്പെടുത്തുന്ന ഒരു വല്ലാത്ത ആത്മാവിന്റെ രൂപം ഇതിരുന്നു കൊണ്ട് വളരെ ആർത്തിയോട് കൂടിയിട്ട് എന്തോ ഒരു ഭക്ഷണം കഴിക്കുകയാണ്. ഇതും കൂടി കണ്ടപ്പോൾ നമ്മുടെ ഹൈലിയുടെ ഇള്ള കിളി മുഴുവൻ പാറുകയാണ്, ചാടി എഴുന്നേൽക്കുകയാണ്. ശരിക്കും ഇപ്പോഴാണ് ഈ സ്വപ്നത്തിൽ നിന്ന് നമ്മുടെ ഹൈലി എഴുന്നേൽക്കുന്നത്. 2 സ്വപ്നമാണ് അവൾ ഒരു സമയത്ത് കണ്ടിരിക്കുന്നത്. എന്തായാലും ഇതിനുശേഷം ഈ കഥയുമായിട്ട് യാതൊരു ബന്ധവുമില്ലാതെ ഒരു പഴയ വീട് കാണിക്കാൻ കേട്ടോ. അതായത് കഥയുടെ ആരംഭത്തിൽ നമ്മൾ കണ്ട ഒരു വീടുണ്ടല്ലോ, അത് തന്നെ. അതെന്തിനാണ് ഇപ്പൊ കാണിച്ചതെന്ന് അറിയില്ല. ഇതിനുശേഷം കാണിക്കുന്നത് നഗരത്തിലാണ്, അതായത് നമ്മുടെ ഹൈലിയുടെ ആ ഒരു ഹോസ്പിറ്റലിൽ. അന്നേ ദിവസത്തെ ഡ്യൂട്ടിയും കാര്യങ്ങളെല്ലാം കഴിഞ്ഞ് ഹൈലി വീട്ടിലേക്ക് തിരിച്ചു പോകാൻ നിൽക്കുന്ന സമയത്ത് പെട്ടെന്ന് അവളുടെ അടുത്തേക്ക് ഒരാൾ വരികയാണ്. ഇയാള് ഹൈലിയെ നോക്കിയിട്ട് പറയണേ, എന്നെ ഓർമ്മയില്ലേ, എന്റെ പേര് നിങ്ങൾക്ക് ഓർമ്മയില്ലേ, ഖാലിദ് എന്നാണ് എന്റെ പേര്. പെട്ടെന്ന് ഇയാളെ നമ്മുടെ ഹൈലിക്ക് മനസ്സിലായില്ല. നിങ്ങൾ ആരാണ്, എന്തിനാ വന്നെന്നൊക്കെ ഹൈലി ചോദിക്കുമ്പോൾ ഖാലിദ് പറയാണ്, കുറച്ച് വർഷങ്ങൾക്ക് മുന്നേ നീ എനിക്കും ഭാര്യയ്ക്കും വേണ്ടി ഒരു വലിയ ഉപകാരം ചെയ്തിട്ടുണ്ടായിരുന്നു, അതിനുള്ള സ്മരണ പറയാൻ വേണ്ടി വന്നതാണ്. ഞങ്ങൾക്ക് 2 പേർക്കും കുഞ്ഞുങ്ങളില്ലാത്തത് കൊണ്ട് തന്നെ കുഞ്ഞുങ്ങൾ ഉണ്ടാകാൻ വേണ്ടി നിന്റെ ആശുപത്രിയിലേക്ക് വന്നു. ചികിത്സയിലൂടെ എനിക്ക് കുഞ്ഞിനെ ലഭിച്ചു, അവൾ ഗർഭിണിയായി. പക്ഷേ ഈ ഇടയ്ക്കാണ് ഞാനൊരു റിപ്പോർട്ട് ശ്രദ്ധിച്ചത്. അതായത് എന്റെ സ്പെയിം കൗണ്ട് അത് വെച്ച് ഒരു കാരണവശാലും എനിക്കൊരു കുഞ്ഞുണ്ടാവാൻ പോകുന്നില്ല. പിന്നെ എങ്ങനെ എന്റെ ഭാര്യ ഗർഭിണിയായി? ഈ സംശയം ഉള്ളത് കൊണ്ട് തന്നെ ഞാൻ ആ കുഞ്ഞിന്റെ DNA-യും എന്റെ DNA-യും തമ്മിൽ പരിശോധിച്ചു നോക്കി, ഒരു മാച്ചും ഇല്ല. അതായത് എന്റെ ഭാര്യയുടെ വയറ്റിലുണ്ടായിരുന്ന ആ ഒരു കുഞ്ഞ് എന്റെ കുഞ്ഞല്ല. കഴിഞ്ഞ 8 വർഷമായിട്ട് ഞാനൊരു മണ്ടനായിട്ട് അവളുടെ കൂടെ ജീവിക്കുകയാണ്. ഇതൊക്കെ എന്തിനാടി നീ ചെയ്തത്? എന്നോടും എന്റെ കുടുംബത്തിനോടും എന്തിനാടി ഈ ഒരു ചതി ചെയ്തത് എന്നൊക്കെ ചോദിച്ചിട്ട് ഇപ്പൊ ഈ ഒരു ഖാലിദ് ഹൈലിയെ വെടിവെച്ച് കൊല്ലാൻ നോക്കുമ്പോൾ ഹൈലി കരഞ്ഞ് നിലവിളിച്ച് പറയാണ്, എന്റെ പൊന്നി ചങ്ങായി എന്നൊന്നും ചെയ്യല്ലേ, കാരണം ഇത് ഞാൻ എന്റെ ഇഷ്ടത്തിന് ചെയ്തതല്ല. നിങ്ങളുടെ ഭാര്യ നിങ്ങൾ അറിയാതെ പലതവണയായിട്ട് ഈ ആശുപത്രിയിലേക്ക് വന്നിട്ടുണ്ട്. അവരാ പറഞ്ഞത് ഏതെങ്കിലും ഒരു വിധേന അവൾക്ക് ഗർഭിണിയാകണമെന്ന്. അങ്ങനെയാണ് ഞാൻ ഇങ്ങനെ ഒരു ഐഡിയ പറഞ്ഞു കൊടുത്തത്. പക്ഷേ ഈ ഒരു കാര്യം ഒരു വിധത്തിലും നിങ്ങൾ അറിയാൻ പാടില്ല എന്നും എന്നോട് പറഞ്ഞത് ആരായിരുന്നു എന്നാണ്, നിങ്ങളുടെ ഭാര്യ. ഇത് കേട്ടപ്പോൾ ഈ ഖാലിദ് ആകെ ഷോക്കായി പോവാണ്. ആകെ തളർന്ന മനസ്സുമായിട്ട് ഇയാൾ ഇവിടുന്ന് തിരിച്ചു പോകുന്നുണ്ട്. അതുപോലെ തന്നെ ഹൈലിയും അവളുടെ ആ ഒരു വീട്ടിലേക്ക് തിരിച്ചു പോകാൻ നിൽക്കുമ്പോൾ അവൾക്കൊരു കോള് വരികയാണ്. അതായത് അവളിപ്പോ ലിവിങ് ടുഗദർ റിലേഷനിലായിട്ടുള്ള ഒരാളുണ്ട്. കല്യാണമൊന്നും കഴിഞ്ഞിട്ടില്ല, അയാളുടെ വീട്ടിലേക്കാണ് ഇപ്പൊ ഹൈലി പോയത്. അങ്ങനെ ഓരോ കാര്യങ്ങൾ സംസാരിക്കുന്നതിന്റെ ഇടയിൽ തന്റെ കാമുകനോട് ഹൈലി ഒരു കാര്യം പറയാണ്. അതായത് ഒരു പ്രഗ്നൻസി ടെസ്റ്റിന്റെ ആ ഒരു പോസിറ്റീവ് റിസൾട്ട് എടുത്ത് കാണിച്ചു കൊടുക്കുകയാണ്. അതായത് അവള് ഗർഭിണിയാണ്, നമുക്ക് എത്രയും പെട്ടെന്ന് വിവാഹം കഴിക്കണം എന്നൊക്കെ പറയുമ്പോൾ ഇയാൾ പറയാണ്, അത് പിന്നെ ഞാനതിന് പ്രിപ്പയർഡ് ആയിട്ടില്ല, എനിക്കിപ്പോൾ അതിനുള്ള ഒരു മൂഡും കാര്യങ്ങളൊന്നുമില്ല. ഇത് കേട്ടപ്പോൾ ഹൈലിക്ക് കലി ഇളകുകയാണ്. ഞാൻ കരുതി നീ ഒരു നല്ല മനുഷ്യനായിരിക്കുന്നു. വേണ്ടടാ, നിനക്ക് വേണ്ടെങ്കിൽ എനിക്കും വേണ്ട, ഇനിയിപ്പോൾ നമ്മൾ കാണാനും പോകുന്നില്ല, എനിക്കങ്ങനെ ആരുടെയും ഔദാര്യൊന്നും വേണ്ടെന്ന് പറഞ്ഞിട്ട് ഹൈലി ഭയങ്കര ദേഷ്യത്തിൽ ഇവിടുന്ന് പോവാണ്. ഇതേ സമയത്തിന് ഹൈലിയുടെ ട്രീറ്റ്മെന്റ് കാരണം ഗർഭിണിയായ ഒരു പെണ്ണുണ്ടല്ലോ, അതായത് നേരത്തെ വന്ന ഖാലിദ് ഇപ്പൊ അവന്റെ ആ ഒരു വീടിന്റെ അടുത്തേക്ക് ചെന്നിട്ടുണ്ട്. മാത്രമല്ല വീട്ടിനുള്ളിലേക്ക് കയറാൻ നിൽക്കുമ്പോൾ തന്നെ ഇവന് പ്രഷർ കൊണ്ട് ഇങ്ങനെ കലിയിളകി നിൽക്കുകയാണ്. ആ കലിയില് വീട്ടിന്റെ ഉള്ളിലേക്ക് വന്ന് തന്റെ ഭാര്യയുടെ കഴുത്തിന് കയറി പിടിക്കുകയാണ്. പന്നെ മോളെ, നീ എന്നെ എന്തിനാടി ചതിച്ചത് എന്നൊക്കെ ചോദിച്ചിട്ട്, ഞാൻ നിനക്ക് എന്ത് കുറവാടി ഇവിടെ വരുത്തി വെച്ചത്, എന്നിട്ട് തന്നെ എങ്ങനെ ചതിക്കാൻ തോന്നി? സത്യം പറയുകയാണെങ്കിൽ ഖാലിദിന്റെ വൈഫിന് എന്താന്ന് പോലും തിരിയുന്നില്ല. ഖാലിദിനോട് ചോദിക്കുന്നുണ്ട്, ഞാൻ എന്ത് ചെയ്തിട്ട് എന്നെ ഇങ്ങനെ ഉപദ്രവിക്കുന്നത്? ഇതേ സമയത്ത് തന്നെ ഖാലിദിന്റെ മകൾ അവിടെ ഉണ്ടായിരുന്നു. അപ്പാ ഉമ്മാനൊന്നും ചെയ്യല്ലേ എന്ന് പറഞ്ഞിട്ട് ഇയാളുടെ അടുത്തേക്ക് വരുമ്പോൾ ആ ഒരു കുഞ്ഞിനെ പിടിച്ച് ഒരേറ്റ ഏറ് കൊടുക്കുകയാണ്. എന്നിട്ട് പറയാണ്, ആരാടി നിന്റെ ഉപ്പ, ഞാൻ നിന്റെ തന്തയൊന്നുമല്ല. ഇതിനുശേഷം വീണ്ടും ഈ ഒരു ഖാലിദ് ഇയാളുടെ ഭാര്യയുടെ കഴുത്ത് പിടിച്ച് ഞെരിച്ചുകൊണ്ടിരിക്കുകയാണ്. ഇതേ സമയത്ത് ആ സ്ത്രീ എന്തോ ഒന്ന് കണ്ട് നിലവിളിക്കുകയാണ് കേട്ടോ. പക്ഷേ അതെന്താണെന്ന് കാണിക്കുന്നില്ല. ഇവിടെ സീൻ കട്ടായി അടുത്ത സീനിൽ വീണ്ടും നമ്മുടെ ഈ ഹൈലിയെ തന്നെ കാണിക്കുകയാണ്. ഹോസ്പിറ്റലിലെ ആ ഒരു ഡ്യൂട്ടിയും കാര്യങ്ങളൊക്കെ കഴിഞ്ഞ് അവള് വീട്ടിലേക്ക് പോകുന്ന വഴിയിൽ ഒരു വളവില്, അധികം വീടോ കാര്യങ്ങളൊന്നും ഇല്ലാത്തൊരു സ്ഥലമാണ്. എന്തായാലും ആ റോഡിന്റെ വളഞ്ഞ ആ ഒരു ഭാഗത്തേക്ക് എത്തുമ്പോൾ അവളുടെ കാറ് ഒന്ന് സ്റ്റോപ്പായി പോവാണ്, മുന്നോട്ടേക്ക് ആകുന്നില്ല. കുറെ നേരം ശ്രമിച്ചെങ്കിലും കാറ് സ്റ്റാർട്ട് ആവുന്നില്ല. ഇതേ സമയത്തിന് കുറച്ച് വിചിത്രമായിട്ടുള്ള ഒരു കാര്യം നമ്മുടെ ഹൈലി ആ റോട്ടിൽ കാണുകയാണ്. അതെന്താന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ കുറച്ച് പ്രായമായിട്ടുള്ള ആൾക്കാർ ഈ നടു റോഡില് ഒരു ചെറിയ അരണ്ട വെളിച്ചത്തിൽ വല്ലാത്ത രീതിയിൽ നൃത്തം ചെയ്തുകൊണ്ടിരിക്കുകയാണ്. കാറാണെങ്കിൽ മുന്നോട്ടേക്ക് പോകുന്നുമില്ല, അവൾക്കാകെ പേടിയായിട്ടുണ്ട്. അതുകൊണ്ട്
തന്നെ പെട്ടെന്ന് അവിടെ ഉണ്ടായിരുന്ന ഒരു വീട്ടിന്റെ അടുത്തേക്ക് അവൾ ഓടിച്ചെല്ലുകയാണ്. അതിന്റെ വാതിൽ മുട്ടി ആരെങ്കിലും ഒന്ന് വന്ന് സഹായിക്കണേ, ഹെൽപ്പ് ചെയ്യണേ എന്നൊക്കെ പറയുന്നുണ്ട്. എന്നാൽ ആരും വരുന്നില്ല. പകരം ആ ഒരു വാതിൽ തനിയെ തുറക്കുകയാണ്. അവൾ അതിന്റെ ഉള്ളിലേക്ക് കയറി. ഒരു പഴയ വീട് കേട്ടോ, നമ്മൾ ഇടക്കിടക്ക് കാണുന്ന ആ ഒരു വീടുണ്ടല്ലോ, അത് തന്നെയാണെന്ന് തോന്നുന്നു. എന്തായാലും അവൾ ഇതിന്റെ ഉള്ളിലേക്ക് വരുന്നത് മറ്റേതോ ഒരാൾ കാണുന്നുണ്ട്. സോ നമ്മുടെ ഹൈലി ഉള്ളിലേക്ക് വന്ന് നോക്കുമ്പോൾ വിചിത്രമായിട്ടുള്ള ഒരു വീടായിട്ട് തോന്നുകയാണ്. ആരും താമസിക്കുന്നതായിട്ടുള്ള ഒരു സ്ഥലമായിട്ട് തോന്നുന്നില്ല. ഫുൾ അലങ്കോലമായിട്ട് ഒരുമാതിരി ഒരു എന്താ പറയാ വിജനമായി കിടക്കുക എന്നൊക്കെ പറയില്ലേ, അതുപോലെ തന്നെ. എന്നാൽ ഇത് ആരും ഇല്ലാത്തൊരു വീടായിരുന്നില്ല. തൊട്ടപ്പുറത്തെ മുറിയിൽ നിന്നും ആരും ഒരാൾ ഭക്ഷണം കഴിക്കുന്നത് ഇപ്പൊ ഹൈലി കാണുന്നുണ്ട്. മാത്രമല്ല ഇപ്പൊ അവളുടെ അടുത്തേക്ക് കുലൈബ് എന്ന് പറഞ്ഞിട്ടുള്ള ഒരു സ്ത്രീ വരികയാണ്. ഇപ്പൊ ആ സ്ത്രീയെ കണ്ട സമയത്തിന് ഹൈലി സോറി ചോദിക്കുകയാണ് കേട്ടോ. എന്നോട് ക്ഷമിക്കണം, ഞാൻ പെട്ടെന്ന് പേടിച്ചു പോയി, അതുകൊണ്ടാണ് ഇങ്ങോട്ടേക്ക് ഓടി വന്ന് കയറിയത്. വാതിൽ തുറന്ന് എടുക്കുന്ന കണ്ടു. ഇതേ സമയത്തിന് കുലൈബ് പറയാണ് അതിനെന്താ, അതിനൊരു പ്രശ്നവുമില്ല, കാരണം ആ വാതിൽ അടക്കാറില്ല. പല ആളുകൾക്കും ഇങ്ങനെ വന്ന് കയറാനുള്ള വീട് തന്നെയാണിത്. ഉമ്മാമ മുകളിൽ കിടക്കുന്നുണ്ടായിരുന്നു, ഞാൻ അവരെ നോക്കാൻ പോയതാണ്, അതുകൊണ്ടാണ് താഴെ ഞാൻ ഇല്ലാതിരുന്നത്. എന്തായാലും കുഴപ്പമൊന്നുമില്ല, വാ ഭക്ഷണം എന്തെങ്കിലും കഴിക്കാം. അല്ല മോളെ, എന്താ നിനക്ക് പറ്റിയെന്ന് ഇപ്പൊ ഹൈലിയോട് ഇപ്പൊ കുലൈബ് ചോദിച്ചപ്പോ ഹൈലി പറയാണ് ഇതുപോലെ എന്റെ വണ്ടി സ്റ്റെക്കായി പോയി. അതുപോലെ ആ രണ്ട് വെളിച്ചത്തിൽ ചില ആൾക്കാർ വിചിത്രമായിട്ട് അവിടെ കിടന്ന് എന്തൊക്കെയോ കാണിക്കുന്നത് ഞാൻ കണ്ടു. ഞാനൊക്കെ പേടിച്ചു പോയി. ഇപ്പൊ കുലൈബ് പറയണം മോൾ എന്തായാലും മുകളിലേക്ക് വാ, അവിടെ പോയിട്ട് ഇരിക്കാം. അങ്ങനെ ഇരിക്കുന്ന സമയത്ത് ഇപ്പോ കുലൈബ് ഹൈലിയോട് പറയാണ് ഈ രാത്രിയിൽ കാറ് നന്നാക്കാൻ ആരും കിട്ടില്ല, നാളെ രാവിലെ നമുക്ക് നോക്കാം. അപ്പോ ഈ ഒരു ദിവസം നീ ഇവിടെ നിന്നോന്ന് കുലൈബ് ഹൈലിയോട് പറയണം. ഹൈലി ചോദിക്കാണ് അല്ല ഒട്ടും അറിയാത്ത എന്നെ എന്തിനാണ് നിങ്ങളിങ്ങനെ സൽക്കരിക്കാൻ നിൽക്കുന്നത്? ഇതേ സമയത്തിന് കുലൈബ് പറയാണ് അതിഥികൾ എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ മാലാകമാരെ പോലെയാണ്. അതായത് അവരെ നന്നായിട്ട് സൽക്കരിക്കുകയാണെങ്കിൽ നമുക്ക് ഐശ്വര്യം കാര്യങ്ങളൊക്കെ വരും. ഇത് ദൈവത്തിന്റെ കയ്യിൽ നിന്ന് ഒരുപാട് കൂലി കിട്ടുന്ന കാര്യമാണ്. മോൾ എന്തായാലും ഇവിടെ ഇരിക്കും, ഞാൻ ഇച്ചിരി ചായ എടുത്തിട്ട് വരാം. ഇതേ സമയത്ത് തന്നെ ഒരു വല്ലാത്ത രീതിയിൽ ഒരു പെൺകുട്ടി അതിലൂടെ നടന്നു പോകുന്നുണ്ട്. അവിടെ ഉണ്ടായിരുന്ന ഒരു റൂമിലേക്ക് കയറുന്നുണ്ട്. അപ്പൊ അതെന്താ ഒരു പെൺകുട്ടിക്ക്, അവൾക്ക് എന്താ സംഭവിച്ചതെന്ന് ചോദിക്കുമ്പോൾ കുലൈബ് പറയാണ് അതൊരു കല്യാണം കഴിഞ്ഞ പെൺകുട്ടിയാണ്. അവൾ ഗർഭിണിയായതിനു ശേഷം അവളുടെ ഭർത്താവ് ഇറക്കി വിട്ടു. നടു റോട്ടിൽ ആരും ഇല്ലാതെ ഗർഭിണിയായിട്ടുള്ള ഒരു പെൺകുട്ടിയെ കണ്ടപ്പോൾ എനിക്ക് സഹതാപം തോന്നി, ഞാനാണ് അവളെ ഇങ്ങോട്ടേക്ക് കൊണ്ടുവന്നത്. മോൾ എന്തായാലും ഇവിടെ ഇരിക്കുക, ഞാൻ പോയിട്ട് ചായ എടുത്തിട്ട് വരാമെന്ന് പറഞ്ഞിട്ട് ഇപ്പൊ കുലൈബ് താഴേക്ക് പോവാണ്. ഇതിനുശേഷം ഹൈലി ആ റൂമിലെ ഓരോ ചിത്രങ്ങൾ അങ്ങനെ നോക്കുന്ന സമയത്ത് അവൾക്കൊരു കാര്യം കാണാൻ കഴിഞ്ഞു. അതെന്താന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ അവൾ നോക്കുന്ന ഓരോ ഫോട്ടോയും എല്ലാം വളരെയധികം വിചിത്രമായിരുന്നു. ഈ ആത്മാക്കൾ വന്ന് ഗ്രൂപ്പ് ഫോട്ടോ എടുത്ത് എങ്ങനെ ഉണ്ടാവും അതുപോലെയായിരുന്നു അതിലുള്ള ഓരോ ഫോട്ടോവും. മാത്രമല്ല ഫോട്ടോകളിൽ ഒന്ന് നോർമൽ ആയിട്ടുള്ള നല്ല പ്രായമായിട്ടുള്ള ഒരാളുടെ അയാളുടെ കൂടെ നിൽക്കുന്ന കുറച്ച് ആൾക്കാരുടെ അങ്ങനെയുള്ളൊരു ഫോട്ടോയുണ്ട്. ആ ഫോട്ടോയിലേക്ക് അവൾ അങ്ങനെ നോക്കി നിൽക്കുമ്പോൾ അവളുടെ തൊട്ട് പിന്നിൽ ഇരുന്നു കൊണ്ട് മറ്റൊരു ആത്മാവും ഈ ഒരു കാര്യം അങ്ങനെ നോക്കുന്നുണ്ടായിരുന്നു. എന്നാൽ നിലവിൽ ഹൈലി ഈ ഒരു കാര്യം പറയുന്നില്ല കേട്ടോ. ഇതേ സമയത്തിന് അവിടെ ഉണ്ടായിരുന്ന ഒരു ഡോറ് പതിയെ തുറക്കുകയാണ്. ഇതിന്റെ ഉള്ളിൽ നിന്നും ഒരു കുട്ടി പതിയെ തല പുറത്തേക്ക് ഇട്ടിട്ട് നമ്മുടെ ഹൈലിയെ നോക്കിയിട്ട് പറയാണ് ചേച്ചി ഇവിടെ കാണുന്ന കാര്യങ്ങളൊക്കെ ഒരു സ്വപ്നം പോലെയാണ് കേട്ടോ. അത് കരുതി സ്വപ്നത്തിലെ കാര്യങ്ങൾ യഥാർത്ഥത്തിൽ നടക്കില്ല എന്നല്ല, അതായത് സ്വപ്നവും യാഥാർത്ഥ്യവും എല്ലാം ഒന്നാണ്. എന്ത് ഇവളീ പറയുന്നത്? നമ്മുടെ ഹൈലിക്കൊന്നും മനസ്സിലാകുന്നില്ല. മനസ്സിലാവാത്ത രീതിയിലാണ് ആ ഒരു കുട്ടി സംസാരിക്കുന്നത്. പെട്ടെന്ന് ആ ഒരു കുട്ടി റൂമിന്റെ ഉള്ളിലേക്ക് പോയി. ഇതേ സമയത്തിന് കുലൈബ് ചായയുമായി വന്നിട്ടുണ്ട്. മോളെ എന്താ അവിടെ പരിപാടി, ഇങ്ങോട്ടേക്ക് വാ ചായ കുടിക്കുന്നു പറഞ്ഞിട്ട് അവളെ നല്ല രീതിയിൽ തന്നെ കുലൈബ് നോക്കുകയാണ്. അപ്പൊ കുലൈബിനോട് ഏതാണ് ആ ഒരു ചെറിയ പെൺകുട്ടി എന്ന് ചോദിക്കുമ്പോൾ കുലൈബ് പറയാണ് അതിന്റെ കാര്യം പറയണ്ട, അതിന്റെ ഉപ്പ മരിച്ചുപോയി. രണ്ടാമത് അവളുടെ ഉമ്മ കല്യാണം കഴിച്ച മനുഷ്യൻ ഒരുമാതിരി ഒരു കാമവറിയനായിരുന്നു. ഈ കുട്ടി ഒരുപാട് തവണ ഉപദ്രവിച്ചിട്ടുണ്ട്. എങ്ങനെയൊക്കെ ആ കുട്ടി രക്ഷപ്പെട്ട് വന്നതാണ്. ഞാനാണ് പിന്നീട് ആ ഒരു കുഞ്ഞിന് അഭയം കൊടുത്തത്. മോളെ ഈ വീട്ടിൽ ഇതുപോലുള്ള ഒരുപാട് ജീവിതങ്ങളുണ്ട്. അതുപോലെ തന്നെ ഈ വീട് നോക്കിയത് ഞാനായിരുന്നില്ല, ഇതെന്റേതും അല്ല, ഹലാസ എന്ന് പറഞ്ഞ ഒരാളുടെ വീടാണിത്. അയാൾക്ക് ശേഷം ഇവിടെയുള്ള കാര്യങ്ങൾ ഞാനിങ്ങനെ നോക്കി നടത്തുന്നു, അത്രമാത്രം. ഞാൻ ഈ പുറത്തേക്കൊന്നും പോകാറില്ല കേട്ടോ. അങ്ങനെ കുലൈബ് അവരുടെ ഒരു പേരും പറഞ്ഞു കൊടുക്കുകയാണ്. അവരുടേതായ കുറച്ച് കാര്യങ്ങളൊക്കെ സംസാരിക്കുന്നുണ്ട്. ഇതിന്റെ ഇടയിൽ ഹൈലിയെ കുറിച്ച് കുലൈബ് ചോദിക്കുമ്പോൾ ഹൈലി പറയാണ് ഞാനൊരു ഡോക്ടറാണ്, ഇങ്ങനെയൊക്കെയാ വർക്ക് ചെയ്യുന്നത്. ഇത് കേട്ടപ്പോൾ കുലൈബിന് സന്തോഷമാണ്. ആണോ മോളൊരു ഡോക്ടറാണോ? ഇവിടെ ഒരുപാട് പേഷ്യൻസ് ഉണ്ട് കേട്ടോ, അവർക്കൊക്കെ ചികിത്സ ആവശ്യമുണ്ട്, മോള് പറ്റിയെങ്കിലും ഒന്ന് നോക്കണേ. അതുപോലെ തന്നെ ഈ രാത്രിയിൽ മോൾ എങ്ങോട്ടാ പോയത്? ഇപ്പോ ഹൈലി പറയാണ് അത് പിന്നെ എന്റെ ഒരു കൂട്ടുകാരന്റെ വീട്ടിലേക്ക് പോയതാ. ഓ കൂട്ടുകാരന്റെ വീട്ടിലേക്ക് പോയതല്ലേ. അതുപോലെ തന്നെ മോൾക്ക് ഇവിടെ ഒരുപാട് കമ്പനി ഉണ്ടാവും കേട്ടോ. ഇവിടെയുള്ള ഓരോ റൂമിലും ഓരോ അതിഥികളാണ്. മോൾക്ക് എന്തായാലും ബോറടിക്കാൻ പോകുന്നില്ല. അതുപോലെ തന്നെ നാളെ രാവിലെ ആകുമ്പോഴേക്കും മോളുടെ എല്ലാ പ്രശ്നങ്ങളും തീരും. ഇതും പറഞ്ഞുകൊണ്ട് ഈ ഒരു കുലൈബ് അവിടുന്ന് പോവാണ്. എന്തോ ഒന്ന് കുത്തി പറഞ്ഞതുപോലെ നമ്മുടെ ഹൈലിക്ക് തോന്നുകയാണ്. ആ സമയത്ത് കുലൈബ് മനസ്സിൽ വിചാരിച്ചിട്ടുണ്ടാകും കുത്തിയില്ലല്ലോ, കുത്താൻ പോകുന്നതല്ലേ ഉള്ളൂ. ഇവിടെ സീൻ കട്ടായി ഒരു ബന്ധവുമില്ലാത്ത മറ്റൊരു കാര്യം കാണിക്കുകയാണ്. അതായത് ഖാലിദ് ഭാര്യ ഉപദ്രവിച്ച ആളുണ്ടല്ലോ, കുഞ്ഞിന്റെ പേരിൽ സംശയിച്ച ആ ആള് ഒരു ഗണ്ണും പിടിച്ചുകൊണ്ട് വല്ലാത്തൊരവസ്ഥയിൽ മറ്റൊരു ഭാഗത്ത് നിൽക്കുന്നത് കാണിക്കുകയാണ്. അതുപോലെ ആ വീട്ടിൽ ആ സോഫയിൽ ഇരുന്നുകൊണ്ട് നമ്മുടെ ഹൈലി ചെറുതായിട്ടൊന്ന് മയങ്ങിപ്പോയിട്ടുണ്ട് കേട്ടോ. അങ്ങനെ മയങ്ങിപ്പോയ സമയത്ത് വിചിത്രമായിട്ടുള്ള കാണാൻ പോലും ആഗ്രഹിക്കാത്ത അത്രയും വികൃതമായിട്ടുള്ള പല മുഖങ്ങളും അവളങ്ങനെ മിന്നി മറിഞ്ഞ് സ്വപ്നത്തിലൂടെ കണ്ടുകൊണ്ടിരിക്കുകയാണ്. ഒരു പരിധിയിൽ കൂടുതലായപ്പോൾ അവളാകെ ഞെട്ടിത്തരിച്ച് ഉറക്കത്തിൽ നിന്നും എഴുന്നേൽക്കുകയാണ്. ചുറ്റും നോക്കുമ്പോൾ ആരുമില്ല. കുലൈബിനെ നോക്കാനായിട്ട് കുലൈബിനെ വിളിച്ചുകൊണ്ട് ആ വീടിന്റെ പല ഭാഗത്തോടെ നടക്കുമ്പോൾ അവളുടെ പിന്നാലെ തന്നെ അവള് പോലും അറിയാതെ ഒരാൾ കൂടെ അവളുടെ കൂടെ നടന്നു വരുന്നുണ്ടായിരുന്നു. ഒരു ഘട്ടത്തിൽ തന്റെ പിന്നിൽ ആരോ ഒരാളുണ്ട് എന്ന് മനസ്സിലാക്കി അവൾ പതിയെ തിരിഞ്ഞു നോക്കുകയാണ്. ആ രൂപം ഇപ്പൊ അവളെ നോക്കി ഒന്ന് അലറുകയാണ് കേട്ടോ. അതുപോലെ തന്നെ ഹൈലിയും ഭയത്താൽ കരയാണ്. ആ കരച്ചിലിന്റെ ഒടുവിൽ അവൾ വീണ്ടും സ്വപ്നത്തിൽ നിന്ന് എഴുന്നേൽക്കുകയാണ്. അതായത് ആ സോഫയിൽ തന്നെയാണ്
സ്വപ്നത്തിലാണ് അവൾ ഇപ്പോഴും ഉണ്ടായിരുന്നത്. അവിടെ ഇരുന്നു കൊണ്ട് തന്നെയാണ് 2 വട്ടവും ആ ഒരു സ്വപ്നം കണ്ടത്. അങ്ങനെ അവളുടെ ആ ഒരു കരച്ചിൽ കേട്ട് അങ്ങോട്ടേക്ക് കുലൈബ് വരികയാണ്. അവരെ കെട്ടിപ്പിടിച്ചുകൊണ്ട് തന്നെ ഹൈലി പേടിച്ച് വിറച്ചതുകൊണ്ട് അങ്ങനെ ഇരിക്കുകയാണ്. മോള് പേടിക്കണ്ട എന്നൊക്കെ കുലൈബ് ഇപ്പൊ പറയാണ്. മാത്രമല്ല കുലൈബ് വളരെ സ്പെഷ്യൽ ആയിട്ടുള്ള ഒരു കാര്യം കൂടെ ഹൈലിയോട് പറയുന്നുണ്ട്. മോളെ, ആന്റി പറയുന്ന ഒരു കാര്യം കേട്ട് മോള് പേടിച്ചു പോകരുത്. മോൾ എന്തെങ്കിലും ഒരു തെറ്റ് മോളുടെ ജീവിതത്തിൽ ചെയ്തിട്ടുണ്ടോ? ഇപ്പൊ ഹൈലി കുലൈബിനെ നോക്കുകയാണ്. എന്താണ് കുലൈബ് നിങ്ങൾ ഇങ്ങനെയൊക്കെ പറയുന്നത്? അതൊന്നുമില്ല മോളെ, ഈ വീടിനൊരു പ്രത്യേകതയുണ്ട്. അതായത് നിങ്ങൾ ജീവിതത്തിൽ എന്തെങ്കിലും ഒരു തെറ്റ് ചെയ്തിട്ടുണ്ടെങ്കിൽ അത് അതുപോലെ തന്നെ കിട്ടാതെ ഇവിടെ നിന്നും നിങ്ങൾക്ക് തിരിച്ചു പോകാൻ കഴിയില്ല. പിന്നെ വേറൊരു കാര്യം, ഇതൊന്നും ചെയ്യുന്നതും നോക്കി നടത്തുന്നതും ഞാനല്ല കേട്ടോ. അവിടെ ഒരു ഖബർസ്ഥാനി കാണിച്ചു കൊടുക്കുകയാണ്. ഖബർ മീൻസ് മുസ്ലിങ്ങൾ അങ്ങനെ പറയും ശവകുടീരം. അപ്പൊ ഒരു ശവകുടീരം കാണിച്ചു കൊടുത്തിട്ട് കുലൈബ് പറയാണ് അവിടെയാണ് ഹലാസ ഉള്ളത്. അദ്ദേഹമാണ് ഇവിടെയുള്ള ഓരോ കാര്യങ്ങളും നോക്കുന്നത്. ഇതെല്ലാം കേട്ടപ്പോ നമ്മുടെ ഹൈലിക്ക് ആകെ പേടിയായി. ഞാനിനി ഇവിടെ നിൽക്കുന്നില്ല, ഞാൻ പോവാണെന്ന് പറഞ്ഞിട്ട് പോവാൻ നിൽക്കുമ്പോൾ കുലൈബ് പറയാണ് മോളെ അങ്ങനെ പോകാൻ പറ്റില്ല, നിനക്ക് ഇത് വിധിയാണ്. ഈ വിധിയിലേക്ക് നീ വന്നതാണ്. നീ എന്തെങ്കിലും നിന്റെ ജീവിതത്തിൽ ഒരബദ്ധം അല്ലെങ്കിൽ ഒരു തെറ്റ് കാണിച്ചിട്ടുണ്ടെങ്കിൽ അത് അതുപോലെ ഇവിടുന്ന് കിട്ടിയിട്ടേ നിനക്ക് ഇവിടുന്ന് പോകാൻ കഴിയുള്ളൂ. എന്നാൽ ഇതൊന്നും നോക്കാതെ ഹൈലി അവിടെ ഉണ്ടായിരുന്ന ഓരോ വാതിലുകൾ തുറക്കുകയാണ്. അതിലൊരു വാതിൽ തുറന്ന സമയത്ത് അവൾ പേടിപ്പിക്കുന്ന മറ്റൊരു കാഴ്ചയാണ്. അവളുടെ മുത്തശ്ശി ഒരു ടേബിളിൽ അങ്ങനെ കിടന്ന് പെടഞ്ഞുകൊണ്ടിരിക്കുകയാണ്. മാസ്ക് ആണെങ്കിൽ തൊട്ടടുത്തുണ്ട്. അതുപോലെ തന്നെ മുത്തശ്ശിയുടെ അടുത്ത് തന്നെ അവൾ എപ്പോഴും കാണാറുള്ള ആ ഒരു പ്രേതം ഉണ്ടല്ലോ, ഒരു വല്ലാത്തൊരു പ്രേതം, വല്ലാത്തൊരു പേടിയാണ് അതിന്റെ ആ ഒരു മുഖം കാണുമ്പോൾ. ആ സാധനവും അടുത്തിരുന്നുകൊണ്ട് എന്തോ ഇങ്ങനെ തിന്നുകൊണ്ടിരിക്കുകയാണ്. ഒന്നും നോക്കിയാൽ ആ ഒരു വാതിൽ അടച്ചുകൊണ്ട് നമ്മുടെ ഹൈലി വീണ്ടും മുന്നോട്ടേക്ക് ഓടുകയാണ്. ഇതിന്റെ ഇടയിൽ മറ്റൊരു വാതിൽ തുറന്നപ്പോൾ അവള് കാണുന്നത് അവള് 2 ദിവസം മുന്നേ കണ്ട ആ ഒരു കാലിതുണ്ടല്ലോ, ഇയാളാണ്. ഇയാൾ കയ്യിലൊരു ഗണ്ണും പിടിച്ച് മുഖത്തെല്ലാം ആകെ രക്തമായിട്ട് ഇയാൾ ഇങ്ങനെ നമ്മുടെ ഹൈലിയുടെ മുഖത്ത് നോക്കിയിട്ട് ചോദിക്കുകയാണ് എന്തിനാണ് എന്റെ കുടുംബത്തോട് ഇങ്ങനെ ചെയ്തതെന്ന്. എന്തായാലും ആ ഒരു വാതിലും ഹൈലി അടക്കാണ്. മെയിൻ ഡോറിന്റെ അടുത്തേക്ക് എത്തി പരമാവധി അത് തല്ലിപ്പൊളിച്ച് അല്ലെങ്കിൽ ഒച്ചയും ബഹളം ഉണ്ടാക്കി അത് തുറക്കാൻ നോക്കുന്നുണ്ടെങ്കിലും അത് തുറകുന്നുമില്ല. ആരുട്ട് വന്ന് തുറന്ന് കൊടുക്കുന്നുമില്ല. ആകെ പേടിച്ച് കരഞ്ഞ് തളർന്ന ഹൈലി ആ ഒരു വാതിലിന്റെ താഴെ ഇരിക്കുമ്പോൾ അങ്ങോട്ടേക്ക് കുലൈബ് വരികയാണ്. കുലൈബ് പറയുന്നുണ്ട് മോളെ, നിന്റെ ജീവിതത്തിൽ നീ എന്തൊക്കെയോ ചില കാര്യങ്ങൾ ചെയ്തിട്ടുണ്ട്. അതിനുള്ള ചില ശിക്ഷകൾ കിട്ടാതെ നിനക്ക് ഇവിടുന്ന് പോവാൻ കഴിയില്ല. എന്തായാലും ഇനി മുന്നോട്ടേക്കുള്ള നിന്റെ ഓരോ കാര്യങ്ങൾ നിനക്ക് പറഞ്ഞു തരാൻ പോകുന്നതും കൂടെ നിന്ന് ചെയ്തു തരാൻ വേണ്ടി പോകുന്നതും ദാ ഈ പെൺകുട്ടിയാണ്. അതായത് നേരത്തെ ഒരു വാതിലിന്റെ ഇടയിലൂടെ ഹൈലി കണ്ടില്ലേ, അതേ ആ ഒരു പെൺകുട്ടി തന്നെ. അപ്പൊ ആ ഒരു പെൺകുട്ടി ഹൈലിയുടെ അടുത്തേക്ക് വന്നിട്ട് ഹൈലിയോട് ചോദിക്കുകയാണ് നിങ്ങളുടെ ജീവിതത്തിൽ എന്തെങ്കിലും തെറ്റ് നിങ്ങൾ ചെയ്തിട്ടുണ്ടോ ഹൈലി? ഇപ്പൊ ഹൈലി ഇല്ല എന്ന് തന്നെ പറയാണ്. ഇതേ സമയത്ത് ഈ ഒരു പെൺകുട്ടി പറയാണ് ഞാൻ നിങ്ങളുടെ മുത്തശ്ശിയെ കണ്ടു, മുത്തശ്ശിയോട് സംസാരിച്ചു നോക്കി. നിന്റെ ചെറുപ്പത്തിൽ ഹൈലി നിനക്ക് എത്രത്തോളം ബുദ്ധിമുട്ടുണ്ടായി എന്നാൽ അതൊന്നും നോക്കാതെ നിന്നെ കൂടെ നിർത്തി നിന്നെ വളർത്തിയത് ആരായിരുന്നു? നിന്റെ മുത്തശ്ശിയല്ലേ. ആ മുത്തശ്ശിയെ തന്നെ നീ എന്തിനാണ് ചതിച്ചത്? ഞാനൊന്നും ചെയ്തിട്ടില്ല, ഞാനൊരു തെറ്റും ചെയ്തിട്ടില്ല എന്ന് തന്നെ ഹൈലി വീണ്ടും പറയാണ്. ഇപ്പോ അവൾ എന്താണ് ചെയ്തതെന്ന് അവൾക്ക് തന്നെ ഒരു റിയാലിറ്റിയിലൂടെ കാണിച്ചു കൊടുക്കുകയാണ്. അതായത് മുത്തശ്ശിക്ക് തീരെ വയ്യായിരുന്നു. ആ സമയത്ത് മുത്തശ്ശിയെ നോക്കാനായിട്ട് ഒരു ഹോം നേഴ്സ് സ്ഥിരമായിട്ട് വീട്ടിലുണ്ടായിരുന്നു. ആ ഹോം നേഴ്സിന്റെ ആത്മാവിനെയാണ് നമ്മുടെ ഹൈലി ഇടക്കിടക്ക് കാണാറുണ്ടായിരുന്നത്. വയ്യാതെ കിടക്കുന്ന ഈ ഒരു മുത്തശ്ശിയെ നന്നായിട്ട് നോക്കിയതും ആ ഒരു നേഴ്സ് തന്നെയായിരുന്നു കേട്ടോ. സോ ഒരു ദിവസം ആ ഒരു ഭക്ഷണം കഴിച്ചുകൊണ്ടിരിക്കുമ്പോൾ പെട്ടെന്ന് ആ ഒരു ഭക്ഷണം പകുതിയായി ആ ഒരു പ്ലേറ്റ് താഴെ വീണു. ഈ നേഴ്സ് താഴേക്ക് വീണ് കഴുത്ത് പിടിച്ച് പെടഞ്ഞുകൊണ്ടിരിക്കുകയാണ്. ഇപ്പൊ അങ്ങോട്ടേക്ക് വന്ന ഈ ഹൈലി ഉണ്ടല്ലോ, ഈ നേഴ്സിനെ നോക്കിയിട്ട് ഒരു കൊടൂരമായ രീതിയിൽ നോക്കി ചിരിക്കുകയാണ്. അതായത് ആ ഭക്ഷണത്തിൽ വിഷം കലർത്തിയത് ഹൈലി തന്നെയായിരുന്നു. മാത്രമല്ല ഇതെല്ലാം കണ്ട് ആകെ പേടിച്ചിരിക്കുന്ന മുത്തശ്ശിയുടെ അടുത്തേക്ക് ഹൈലി ചെല്ലുകയാണ്. മുത്തശ്ശിക്ക് ആ മാസ്ക് ഇല്ലാതെ ശ്വസിക്കാൻ കഴിയില്ല, ശ്വാസം മുട്ടൽ വരും. ഇപ്പൊ മുത്തശ്ശിയുടെ മുഖത്ത് നിന്നും ആ ഒരു മാസ്ക് പതിയെ എടുത്തു മാറ്റാണ്. അങ്ങനെ ശ്വാസം കിട്ടാതെ പെടഞ്ഞാണ് അവളുടെ മുന്നിൽ വെച്ച് അവളുടെ മുത്തശ്ശി മരണപ്പെട്ടു പോയത്. അവൾ ഇത്രയും സ്നേഹിച്ച ആ മുത്തശ്ശിയെ അവൾ എന്തിനാണ് കൊല്ലാൻ കാരണം? ഒന്നാമത്തെ കാരണം സ്വത്ത് തന്നെയാണ്. അതായത് ഈ മുത്തശ്ശിയെ ഈ വയസ്സാം കാലത്ത് വയ്യാതെ കിടന്നപ്പോഴും നന്നായിട്ട് നോക്കിയത് ഈ നേഴ്സായിരുന്നു. അതുകൊണ്ട് മുത്തശ്ശി അവരുടെ സ്വത്തിന്റെ പകുതി ഈ ഒരു നേഴ്സിന്റെ പേരിൽ എഴുതി വെച്ചു. അത് ഈ ഹൈലിക്ക് സഹിക്കാൻ കഴിഞ്ഞില്ല. അവൾ ജീവനോടുണ്ടെങ്കിലല്ലേ ആ സ്വത്ത് അവൾക്ക് കിട്ടുള്ളൂ, അല്ലെങ്കിൽ അത് മുഴുവൻ എനിക്ക് തന്നെ. സോ അതിനു വേണ്ടിയിട്ടാണ് ആ നേഴ്സിനെ ഹൈലി കൊന്നു കളഞ്ഞത്. അതായത് മുത്തശ്ശിയും ഈ നേഴ്സിനെയും ദുരാഗ്രഹം കാരണം, ആർത്തി കാരണം ഈ ഹൈലി തന്നെയാണ് കൊന്നു കളഞ്ഞത്. അതുകൊണ്ടാണ് അന്ന് രാത്രി ആ ഒരു ആത്മാവ് അവളോട് അങ്ങനെ ചോദിച്ചത് എന്തിനു വേണ്ടിയിട്ടാണ് ഞങ്ങളോട് ഇങ്ങനെ ചെയ്തത് എന്ന്. ഇതെല്ലാം കേട്ട് കഴിഞ്ഞപ്പോൾ ഹൈലി ഓടിച്ചില്ലാണ് കുലൈബിന്റെ അടുത്തേക്ക്. അവരോട് കരഞ്ഞ കാല് പിടിച്ച് പറയുന്ന പോലെ പറയുന്നുണ്ട് ഞാനൊരു തെറ്റും ചെയ്തിട്ടില്ല, എന്നെ എങ്ങനെയെങ്കിലും രക്ഷപ്പെടാൻ സഹായിക്കുക, എനിക്കിവിടെ വയ്യ, എനിക്ക് പേടിയാവുന്നു എന്നൊക്കെ കുലൈബിനോട് അവളങ്ങനെ കരഞ്ഞ് സംസാരിക്കുകയാണ്. അപ്പൊ കുലൈബ് പറയാണ് മോളെ, എനിക്ക് ഇവിടെ നിന്നും നിന്നെ രക്ഷപ്പെടുത്താൻ കഴിയില്ല. കാരണം ഇവിടുത്തെ കാര്യങ്ങളൊക്കെ നോക്കുന്നത് അത് ഞാനല്ല, ഹലാസയാണ്. ഇനി ഇതൊന്നും കേൾക്കാതെ വീണ്ടും ആ ഒരു ഭയം കാരണം അവൾ പുറത്തേക്ക് ഓടുകയാണ്. ആ ഒരു മെയിൻ ഡോർ തുറക്കുന്ന സമയത്ത് ഒരു വല്ലാത്ത താടി വെച്ച പ്രായമായിട്ടുള്ള ഒരു വൃദ്ധന്റെ രൂപം അവളുടെ മുന്നിലേക്ക് വന്ന് അലറുകയാണ്. അതുപോലെ തന്നെ ഭയം കാരണം അവളും കിടന്ന് അലറുന്നുണ്ട്. പെട്ടെന്ന് വീണ്ടും ആ ഒരു സോഫയിൽ നിന്നും അവൾ ചാടി എഴുന്നേൽക്കുകയാണ്. ഇത്രയും നേരം കണ്ടതെല്ലാം സ്വപ്നം തന്നെയാണ്. ഇതേ സമയത്ത് ഹൈലിയുടെ അടുത്തേക്ക് ആ ഒരു മോള് വന്നിട്ട് പറയാണ് ചേച്ചി, നിങ്ങൾ കണ്ട ഈ സ്വപ്നം ഉണ്ടല്ലോ, അതും യാഥാർത്ഥ്യവും തമ്മിൽ നല്ല ബന്ധമുണ്ട്. അത് വെറും സ്വപ്നം മാത്രമല്ല, അത് റിയാലിറ്റി കൂടിയാണ്. പിന്നെ ഇവിടുന്ന് രക്ഷപ്പെടണമെങ്കിൽ ഇവിടെയുള്ള രഹസ്യങ്ങൾ അടങ്ങിയിരിക്കുന്നത് ഇവിടെയുള്ള ഓരോ റൂമിലാണ്. ആ രഹസ്യങ്ങൾ നിങ്ങൾ മനസ്സിലാക്കണം ഹൈലി, എന്നാൽ മാത്രമേ ഇവിടുന്ന് പോകാൻ കഴിയുള്ളൂ. സോ ആ ഒരു കുട്ടി പറഞ്ഞതനുസരിച്ച് ഓരോ മുറിയുടെ വാതിലും തുറക്കാമെന്ന് തന്നെ ഹൈലി തീരുമാനിക്കുകയാണ്. ആ
ആദ്യത്തെ വാതിൽ തുറന്നു. അതിന്റെ ഉള്ളിൽ ഉണ്ടായിരുന്നത് മരിച്ചുപോയ അവളുടെ മുത്തശ്ശിയുടെ ആത്മാവായിരുന്നു. ആ ആത്മാവ് ഇപ്പോൾ അവൾ ആ ഒരു റൂമിന്റെ ഉള്ളിലേക്ക് വലിച്ചിടുകയാണ്. അവളുടെ ബോധം പോയി പേടിച്ചു പോയതാണ്. പിന്നീട് കണ്ണു തുറന്നു നോക്കുമ്പോൾ അവളെ ആ ഒരു കട്ടിലിൽ ബന്ധിപ്പിച്ചു വെച്ചിരിക്കുകയാണ്. അതായത് ആ കട്ടിലിൽ നിന്നും അവൾക്ക് എഴുന്നേൽക്കാൻ കഴിയുന്നില്ല. തൊട്ട് മുന്നിൽ തന്നെ മുത്തശ്ശിയുടെ ആത്മാവ് ഒരു സ്റ്റൂളിൽ ഇരിക്കുകയാണ്. മാത്രമല്ല കൂടെ തന്നെ ആ ഒരു നേഴ്സും ഉണ്ടായിരുന്നു. നേഴ്സ് ആണെങ്കിൽ മുത്തശ്ശിയുടെ പുറമൊക്കെ വൃത്തിയാക്കി കൊടുക്കുകയാണ്. മുടിയെല്ലാം ചീവി കൊടുക്കുകയാണ്. മുത്തശ്ശിയുടെ ആ ഒരു ആത്മാവിനെ നന്നായിട്ട് തന്നെ പരിചരിക്കുകയാണ്. ജീവിച്ചിരുന്നപ്പോൾ ആ ഒരു നേഴ്സ് എന്തൊക്കെയാണോ ചെയ്തത് അതിപ്പോഴും ചെയ്തു കൊടുത്തുകൊണ്ടിരിക്കുകയാണ്. ഇതെല്ലാം കണ്ട് ഭയന്ന് നമ്മുടെ ഹൈലി പതിയെ പതിയെ ആ ഒരു കട്ടിൽ നിന്നും എഴുന്നേൽക്കാൻ നോക്കുന്നുണ്ടെങ്കിലും അവളുടെ കൈ പോലും അവൾക്ക് പൊക്കാൻ കഴിയുന്നില്ല. ഇതേ സമയത്തിന് നേഴ്സിന്റെ ആ ഒരു ആത്മാവ് മുത്തശ്ശിയോട് ചോദിക്കുകയാണ്, മുത്തശ്ശി എത്ര നന്നായിട്ട് നിങ്ങൾ നിങ്ങളുടെ പേരക്കുട്ടിയെ സ്നേഹിച്ചു. നിങ്ങളുടെ മകളെ കൊന്ന ആളാണ് നിങ്ങളുടെ പേരക്കുട്ടി. എന്നിട്ടും നിങ്ങളുടെ അടുത്തേക്ക് കൊണ്ടുവന്നിട്ട് നന്നായിട്ട് നോക്കി. എന്തിനായിരുന്നു അതിന്റെ ആവശ്യം? അവസാനം നിങ്ങളെ തന്നെ അവൾ കൊന്നില്ലേ? ഇപ്പൊ ആ ഒരു മുത്തശ്ശിയുടെ ആത്മാവ് പറയാണ്, ശരിയാണ്, എനിക്ക് തെറ്റുപറ്റിപ്പോയി. അവൾ എന്നെ കൊല്ലുന്ന സമയത്ത് ശ്വാസം കിട്ടാതെ വല്ലാതെ ഞാൻ വേദന അനുഭവിച്ചിട്ടുണ്ടായിരുന്നു. ആ വേദന എന്താണെന്ന് ഇവളും അനുഭവിക്കണമെന്ന് ഈ നേഴ്സിന്റെ ആത്മാവിനോട് ആര് പറയാണ്? മുത്തശ്ശിയുടെ ആത്മാവ് പറയാണ്. പെട്ടെന്ന് തന്നെ ഈ ഒരു നേഴ്സിന്റെ ആത്മാവ് അവളുടെ അടുത്തേക്ക് ചെല്ലുന്നുണ്ട്. എന്നിട്ട് അവിടെ ഉണ്ടായിരുന്ന ആ ഒരു ഓക്സിജൻ മാസ്ക് ഹൈലിയുടെ മുഖത്തേക്ക് വെച്ച് അമർത്തി പിടിക്കുകയാണ് നേഴ്സിന്റെ ഈ ഒരു ആത്മാവ്. ഇതിനുശേഷം ഈ മാസ്കിന്റെ മറുഭാഗത്ത് ആ ഒരു പൈപ്പ് ഉണ്ടല്ലോ, മുത്തശ്ശിയുടെ ആത്മാവ് വായിലേക്ക് വെച്ച് ഈ ഒരു ഹൈലിയുടെ ഉള്ളിലുണ്ടായിരുന്ന ഓക്സിജൻ മുഴുവനായിട്ട് വലിച്ച് പുറത്തേക്ക് എടുക്കുകയാണ്. ആ സമയത്ത് അവളുടെ ഉള്ളിൽ ഒരു വേദന വരുന്നുണ്ട്. ആ വേദന കാരണം ഹൈലി കിടന്ന് പെടയാണ്. അവസാന സമയത്ത് അവൾ മുത്തശ്ശിയെ കൊല്ലുമ്പോൾ മുത്തശ്ശിക്ക് ഏത് വേദനയാണോ ഉണ്ടായിരുന്നത് അതേ വേദന തന്നെ ഹൈലി ഇവിടെ വെച്ച് അനുഭവിക്കുകയാണ്. അധികം വൈകിയില്ല, പെട്ടെന്ന് തന്നെ ഹൈലി കണ്ണുറക്കാണ്. അവൾ വീണ്ടും ആ ഒരു സ്വപ്നത്തിൽ തന്നെയാണ്. പക്ഷെ ആ ഒരു വേദന അത് ഫീൽ ചെയ്തത് ഇപ്പോഴും അവളുടെ ഉള്ളിൽ അവൾക്ക് ഫീൽ ചെയ്യാൻ കഴിയുന്നുണ്ട്. തൊട്ടടുത്ത് തന്നെ ആ ഒരു കുട്ടി ഉണ്ടായിരുന്നു. കുട്ടി നേരത്തെ പറഞ്ഞതുപോലെ, ചേച്ചി ഇതൊരു സ്വപ്നം മാത്രമല്ല, ഇതിന് റിയാലിറ്റിയുമായിട്ട് നല്ല ബന്ധമുണ്ട്, രണ്ടും ഒന്നാണ്. എന്തായാലും കണ്ണു തുറന്ന ഹൈലിയുടെ തൊട്ടടുത്ത് തന്നെ ആ ഒരു പെൺകുട്ടി ഉണ്ടായിരുന്നു. ആ ഒരു പെൺകുട്ടി ഒരു കാര്യം ഹൈലിയോട് പറയണ, ചേച്ചി ഞാൻ അവിടെ ഒരു കിണർ കണ്ടിട്ടുണ്ടായിരുന്നു. ആ കിണറ്റിന്റെ ഉള്ളിൽ ഒരു കുഞ്ഞു കുട്ടിയുടെ ശരീരം ഉണ്ടായിരുന്നു, അതുപോലെ തന്നെ ഒരു സ്ത്രീയുടെ ശരീരം ഉണ്ടായിരുന്നു. അവർ ചീഞ്ഞളിഞ്ഞ ആ ഒരു ശരീരവുമായിട്ട് അവിടെ കിടന്ന് നിലവിളിക്കുകയാണ്. എന്തിനു വേണ്ടിയിട്ടാണ് അവരോട് അത് ചെയ്തത് എന്ന്. എന്നാൽ ഹൈലിക്ക് ഒന്നും ഓർമ്മ വരുന്നില്ല. മീൻസ് ഓർമ്മ വരാത്തതുപോലെ അഭിനയിക്കുകയാണ്. ഞാനൊരു കുറ്റവും ചെയ്തിട്ടില്ല, ഞാൻ വേറൊന്നും ചെയ്തിട്ടില്ല എന്നിങ്ങനെ പറയുമ്പോൾ എന്താണ് ഹൈലി രണ്ടാമത് ചെയ്ത ആ ഒരു വലിയ കുറ്റം എന്ന് അവൾക്കായിട്ട് തന്നെ കാണിച്ചു കൊടുക്കുകയാണ്. അതായത് കഥയുടെ ആരംഭത്തിൽ അവളുടെ ഒരു കൂട്ടുകാരൻ മുഷറഫ് അവളുടെ വീട്ടിലേക്ക് വന്ന് ഒച്ചപ്പാടും ബഹളൊക്കെ ഉണ്ടാക്കി പോയില്ലേ, ഇവരെന്തോ ഒരു കാര്യം ചെയ്തു അത് പാളിപ്പോയി എന്ന് പറയുന്നില്ലേ, അതെന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഹൈലിയുടെ കൂട്ടുകാരനായിട്ടുള്ള മുഷറഫിന് ഒരു ഗേൾ ഫ്രണ്ട് ഉണ്ടായിരുന്നു. അവർ കല്യാണം കഴിക്കുന്നതിന് മുന്നേ തന്നെ അത്യാവശ്യം റിലേഷനും കാര്യങ്ങളും ഉണ്ടായതുകൊണ്ട് തന്നെ അവള് ഗർഭിണിയാവുകയാണ്. എന്നാൽ മുഷറഫിന് ആ ഒരു കുഞ്ഞിനെ വേണ്ടായിരുന്നു. ഈ ഒരു വിഷയം വന്ന് ഹൈലിയോട് പറഞ്ഞ സമയത്ത് ഹൈലി പറയാണ്, നീ അവളെ ഇങ്ങോട്ടേക്ക് കൊണ്ടുപോവാ, നമുക്ക് ആ ഒരു കുഞ്ഞിനെ ഇല്ലാതാക്കാം. എന്നാൽ മുഷറഫിന്റെ ആ ഒരു കാമുക്ക് ഒരിക്കലും അതിന് സമ്മതിച്ചില്ല. അങ്ങനെ മുഷറഫ് ബലമായിട്ട് തന്നെ ഈ ഹൈലിയുടെ ക്ലിനിക്കിലേക്ക് പിടിച്ചു കൊണ്ടുവരികയാണ്. മാത്രമല്ല അവളുടെ സമ്മതം ഇല്ലാതെ തന്നെ ആ ഒരു കുഞ്ഞിനെ അലസിപ്പിക്കാൻ വേണ്ടി ഹൈലി ഇപ്പോൾ മുഷറഫിനെ സഹായിക്കുകയാണ്. സോ ആ ഒരു പ്രൊസീജിയർ കഴിഞ്ഞു, ആ ഒരു കുഞ്ഞിനെ പുറത്തേക്ക് എടുത്തു. എന്നാൽ ഇത് കാരണം ഉണ്ടായിരുന്ന ആ ഒരു ബ്ലീഡിങ് അല്ലെങ്കിൽ ആ ഒരു പെയിൻ ഇതെല്ലാം ആ ഒരു സ്ത്രീക്ക് സഹിക്കാൻ കഴിഞ്ഞില്ല കേട്ടോ. മുഷറഫിന്റെ ആ ഒരു കാമുകി മരണപ്പെട്ടു പോവാണ്. എന്താ ചെയ്യുക, ആകെ ഒരു പിടുത്തമില്ലായിരുന്നു. അങ്ങനെ മുഷറഫ് തന്നെയാണ് പറഞ്ഞത് ആ ഒരു കുഞ്ഞിനെയും അതുപോലെ തന്നെ അവന്റെ കാമുകിയും അവിടെ ഉണ്ടായിരുന്ന ഒരു കിണറ്റിൽ കൊണ്ടുപോയിടാന്ന്. അതായത് ആ സ്ത്രീ മരിക്കാൻ കാരണമായത് ആരാണ്? ഹൈലിയാണ്. അതുപോലെ തന്നെ ആ സ്ത്രീയുടെ വയറ്റിലുണ്ടായിരുന്ന ആ ഒരു കുഞ്ഞും. അതിന് മനസ്സിലായി അതിന്റെ മരണത്തിന് കാരണമായത് ഹൈലിയാണെന്ന്. അതുകൊണ്ട് തന്നെ ഹൈലിയോട് വല്ലാത്ത പകയാണ്. മാത്രമല്ല ചീഞ്ഞളിഞ്ഞു കിടക്കുന്ന ആ സ്ത്രീയുടെ ആത്മാവാണ് ഇടക്കിടക്ക് നമ്മുടെ ഹൈലിയുടെ പിന്നാലെ വരുന്നതും അവളെ ഉപദ്രവിക്കുന്നതും. ഈ കാര്യങ്ങളൊക്കെ ഹൈലിക്ക് പറഞ്ഞു കൊടുക്കുന്നത് ആരാണ്? ആ കുട്ടിയാണ്. കാരണം ഈ കുട്ടിയാണ് കുലേബ് കാര്യങ്ങളൊക്കെ ഏൽപ്പിച്ചത്. അതായത് ഇനിയിപ്പോൾ ഹൈലിക്ക് ഇവിടുന്ന് രക്ഷപ്പെടണമെങ്കിലോ അവളുടെ പണിഷ്മെന്റ് തീരണമെങ്കിലോ അല്ലെങ്കിൽ മുന്നോട്ടേക്കുള്ള ഓരോ കാര്യങ്ങളും പറഞ്ഞു കൊടുക്കുന്നത് ഈ കുട്ടിയായിരിക്കും. ഇതേ സമയത്ത് തന്നെയാണ് അങ്ങോട്ടേക്ക് ഈ ഹൈലിയുടെ കൂട്ടുകാരനായിട്ടുള്ള മുഷറഫ് വരുന്നത്. മുഷറഫ് കണ്ട സമയത്ത് അവൾക്ക് വല്ലാത്ത ആശ്വാസമാണ്. ഓ നീ വന്നല്ലോ, നീ എങ്ങനെ ഈ വീട് കണ്ടുപിടിച്ചെന്നൊക്കെ ചോദിക്കുമ്പോൾ ഇപ്പൊ ഹൈലിയോട് മുഷറഫ് പറയാണ്, നിന്നെ തേടിക്കൊണ്ട് കുറെ നേരമായിട്ട് നടക്കുകയാണ്. ആ സമയത്താണ് നിന്റെ വാഹനം പുറത്ത് കണ്ടത്, അങ്ങനെയാ ഞാൻ ഇങ്ങോട്ടേക്ക് വന്നത്, എന്നാ പിന്നെ നമുക്ക് വേഗം പോവില്ലേന്ന് ഈ ഹൈലി മുഷറഫിനോട് ചോദിക്കുമ്പോൾ മുഷറഫ് പറയാണ്, അത് അങ്ങനെ നടക്കുന്ന കാര്യമല്ല. കാരണം അവർ നമ്മളെ കണ്ടെത്തി കഴിഞ്ഞു, എനിക്കും നിനക്കും ഇവിടുന്ന് രക്ഷപ്പെടാൻ കഴിയില്ല. അതുപോലെ തന്നെ എന്റെ കാമുകിയുടെ വയറ്റിൽ ആ ഒരു കുഞ്ഞിനെ ഇല്ലാതാക്കാൻ വേണ്ടി മാത്രമേ ഞാൻ പറഞ്ഞുള്ളൂ. പക്ഷെ നീ കാരണം അവരെ രണ്ടുപേരെയും എനിക്ക് നഷ്ടമായി, രണ്ടുപേരും മരണപ്പെട്ടു പോയി. അന്ന് അവൾ അനുഭവിച്ച ആ ഒരു വേദന അത് നീയും അനുഭവിക്കണം എന്ന് പറയാണ്. അതായത് മുഷറഫിന്റെ ആ ഒരു മട്ടും ഭാവൊക്കെ മാറുകയാണ്. എന്നിട്ട് ഹൈലിയെ അവിടെ തന്നെയുള്ള മറ്റൊരു മുറിയിലേക്ക് വലിച്ചു കൊണ്ടുപോയിട്ട് ഒരു കട്ടിൽ പോലുള്ള ഒരു സംഭവത്തിൽ കെടുത്തുകയാണ്. പേടി കൊണ്ടും ഭയം കൊണ്ടും അവളാകെ നിലവിളിക്കാൻ തുടങ്ങുകയാണ്. ഈ കാര്യമെല്ലാം കുലേബ് ആ സ്ത്രീ കാണുന്നുണ്ട്. പക്ഷേ അത് മൈൻഡ് ചെയ്യുന്നില്ല. അത് അതിന്റെ വഴിക്ക് നടക്കട്ടെ എന്ന് പറഞ്ഞിട്ട് ആ സ്ത്രീ മറ്റൊരു ഭാഗത്തേക്ക് ചെല്ലുകയാണ്. ഇനിയിപ്പോ ഹൈലിയുടെ അടുത്തുള്ള ആ ഒരു മുഷറഫ് എന്ന് പറയുന്നത് അത് അവൻ ജീവനോടുള്ളയാണോ അല്ലെങ്കിൽ അവന്റെ ആത്മാവാണോ എന്നൊന്നും പറയാൻ പറ്റില്ല കേട്ടോ. ആ മുഷറഫ് ഇപ്പൊ ഹൈലിയെ പിടിച്ചു വെച്ചിരിക്കുകയാണ്. മാത്രമല്ല മുഷറഫിന്റെ മരിച്ചുപോയ ആ ഒരു കാമുകി ഇടയ്ക്കിടയ്ക്ക് ഹൈലിയുടെ അടുത്തേക്ക് വരാറില്ലേ, അവള് തന്നെ ഇപ്പൊ ഹൈലിയുടെ അടുത്തേക്ക് വരികയാണ്. അവളുടെ കാലുകൾ അകത്തി വെച്ച് എന്താണോ അന്ന് ഹൈലി ഇവളുടെ ദേഹത്ത് ചെയ്തത് അതേ കാര്യം തന്നെ ഹൈലിയുടെ ദേഹത്തും അവൾ ചെയ്യാണ്. കാരണം ഓൾറെഡി നമുക്കറിയാലോ ഹൈലി പ്രഗ്നന്റ് ആണ്. സോ അവളുടെ വയറ്റിന്റെ ഉള്ളിലേക്ക് കൈയിട്ടുകൊണ്ട് ആ ഒരു കുഞ്ഞിനെ പുറത്തേക്ക് എടുക്കുകയാണ്. അതിന്റെ ആ ഒരു വേദന പെട്ടെന്ന്
നമ്മുടെ ഹൈലി അത് അനുഭവിക്കുന്നുണ്ട്. മാത്രമല്ല പ്രത്യേകം എടുത്ത ആ ഒരു ചോര കുഞ്ഞിനെ ഹൈലിയുടെ കാര്യങ്ങൾ നോക്കുന്ന ആ ഒരു പെൺകുട്ടി ഉണ്ടല്ലോ ഈ വീട്ടിലെ, അവളുടെ കയ്യിൽ ഏൽപ്പിക്കുകയാണ്. പക്ഷേ ആ ഏൽപ്പിക്കുന്ന ആ ഒരു സീനോ വിഷ്വലോ ഒന്നും ഞാൻ നിങ്ങളെ കാണിക്കില്ല. ഇറ്റ്സ് വെരി ഡേഞ്ചറസ്. ഞാൻ വീണ്ടും വീണ്ടും റിപ്പീറ്റ് അടിച്ച് പറയാണ്, ചില കാര്യങ്ങൾ എനിക്ക് പറഞ്ഞു തരാനേ പറ്റുള്ളൂ, കാണിച്ചു തരാൻ പറ്റത്തില്ല. ഇത്രയും കൊടൂരമായിട്ടുള്ള ഈ ഒരു കാര്യം നടക്കുമ്പോൾ വീണ്ടും നമ്മുടെ ഹൈലി ആ ഒരു സോഫയിൽ നിന്നും ചാടി എഴുന്നേൽക്കാണ്. തൊട്ടടുത്ത് തന്നെ കുലൈബ് ഉണ്ടായിരുന്നു. ഇപ്പൊ കുലൈബ് പറയാണ്, ഹൈലി നീ കാണുന്നത് വെറും സ്വപ്നമല്ല, അത് ശരിക്കും യാഥാർത്ഥ്യം തന്നെയാണ്. അതുകൊണ്ടാണ് ആ ഒരു വേദനയെ നിനക്ക് ശരിക്കും അനുഭവിക്കാൻ കഴിയുന്നത് എന്ന് ഇപ്പോഴും ഹൈലി പറയുന്നത്. ഞാനൊരു തെറ്റും ചെയ്തിട്ടില്ല. തെറ്റുകൾ ഇങ്ങനെ ചെയ്ത് പോകുമ്പോൾ പഴയ തെറ്റുകൾ അവള് മറന്നു പോവുകയാണ്. ഇപ്പോ ഈ ഒരു കുലൈബ് പറയുന്നുണ്ട്, എന്തൊക്കെ പറഞ്ഞാലും ശരി എനിക്കൊന്നും ചെയ്യാൻ കഴിയില്ല മോളെ, ഈ തീരുമാനങ്ങളും കാര്യങ്ങളും എല്ലാം എടുക്കുന്നത് ഹലാസയാണ്. ഇവിടെ വെച്ച് തന്നെ ഹൈലി ചെയ്ത മറ്റൊരു വലിയ മഹാപാപം കാണിക്കുകയാണ്. അതായത് ആ ഒരു ഖാലിദ് ഉണ്ടല്ലോ, ഖാലിദിന്റെ വൈഫും അതുപോലെ തന്നെ ഖാലിദും കൂടെ അവളുടെ അടുത്തേക്ക് വന്നിട്ട് കുഞ്ഞുങ്ങളില്ല എന്നൊക്കെ പറഞ്ഞ സമയത്ത് നമ്മുടെ ഈ ഒരു ഹൈലിക്ക് ഒരു കാര്യം അപ്പോഴേ മനസ്സിലായിട്ടുണ്ട്, ഖാലിദിന് കുഞ്ഞുണ്ടാവില്ല, അവന്റെ സ്പെയിം കൗണ്ട് വളരെ കുറവാണ്. എന്നാൽ ഇവർ ഓരോ കാര്യങ്ങൾ പറഞ്ഞ് വീണ്ടും ഹൈലിയുടെ അടുത്തേക്ക് വരുത്തിക്കും. മാത്രമല്ല ഓരോ തവണ വരുമ്പോഴും നല്ല കാശും മേടിക്കും. എന്നിട്ട് ട്രീറ്റ്മെന്റ് എന്ന പേരിൽ അവൾ ചെയ്തത് വളരെ നിസ്സാരമായിട്ടുള്ള ഒരു കാര്യമാണ്. മറ്റൊരു സ്പേം ഈ ഒരു ഖാലിദിന്റെ വൈഫിന്റെ ഗർഭാശയത്തിൽ വെച്ച് അവൾ ഗർഭിണിയാക്കുകയാണ് ഉണ്ടായിരുന്നത്. ശരിക്കും അവരെ ചതിക്കുകയായിരുന്നു. ഖാലിദിന്റെ വൈഫിന് ഈ ഒരു കാര്യമൊന്നും അറിയില്ലായിരുന്നു. അറിയാണെങ്കിൽ ഖാലിദിന്റെ വൈഫ് ഇതിന് സമ്മതിക്കില്ലായിരുന്നു. അപ്പൊ ആ ഒരു സ്ത്രീ വളരെയധികം നിരപരാധിയാണ് കേട്ടോ. ഖാലിദിനെ ചതിക്കുക അല്ലെങ്കിൽ അവനെ അപമാനിക്കാൻ ഒന്നിനും ശ്രമിച്ചിട്ടില്ല. എന്തായാലും അന്ന് രാത്രി പിന്നീട് എന്താ സംഭവിച്ചത് അത് നമ്മൾ കണ്ടേയല്ലേ. അതായത് ഹൈലിയെ അവൻ കൊല്ലുമെന്ന ഒരു അവസ്ഥ വന്നപ്പോൾ ഹൈലി കളന്നു മാറ്റി ചവിട്ടി. ഇതെല്ലാം അവന്റെ ഭാര്യ പറഞ്ഞിട്ട് ചെയ്താന്ന് പറഞ്ഞാണ്. ഇതിനുശേഷം ഖാലിദ് അവന്റെ വീട്ടിലേക്ക് ചെന്നു, ഭാര്യ ഉപദ്രവിച്ചു, മകളെടുത്ത് വലിച്ചെറിഞ്ഞു. അതിനുശേഷം എന്താ സംഭവിച്ചതെന്ന് നമ്മളെ കാണിച്ചില്ല. എന്നാൽ ഇവിടെ വെച്ച് ബാക്കിയുള്ള കാര്യങ്ങൾ നമ്മളെ കാണിക്കാൻ വേണ്ടി പോവാണ്. അതായത് ഈ ഹൈലി ഈ വീട്ടിൽ നിൽക്കുന്ന സമയത്ത് അവൾക്കൊരു പാട്ട് കേൾക്കാൻ പറ്റുന്നുണ്ട്. ഹാപ്പി ബർത്ത്ഡേ ടു യു, ഹാപ്പി ബർത്ത്ഡേ ടു യു. ആ ശബ്ദം കേട്ട് അവൾ ആ ഒരു വാതിൽ തുറന്നു നോക്കുമ്പോൾ ഖാലിദും അവന്റെ വൈഫും കൂടെ മുന്നിൽ ഒരു കേക്കും വെച്ച് അത് കട്ട് ചെയ്യാൻ വേണ്ടി നിൽക്കുകയാണ്. ഇതിന്റെ തൊട്ട് മുന്നിലായിട്ട് ഒരു പെൺകുട്ടിയുടെ മൃതദേഹം കാണിക്കുന്നുണ്ട്. അത് മറ്റാരുമല്ല, ഇത്രയും നേരം ഹൈലിയുടെ കൂടെ ഉണ്ടായിരുന്ന ആ പെൺകുട്ടിയുടെ മൃതദേഹം തന്നെയായിരുന്നു. അതായത് ഏതൊക്കെയോ കാരണവശാൽ ആ കുട്ടിയും അതുപോലെ തന്നെ ഖാലിദിന്റെ ഭാര്യയും മരണപ്പെട്ടിട്ടുണ്ട്. എങ്ങനെയാണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ അന്ന് ആ ഒരു പ്രശ്നം ഉണ്ടായില്ലേ, ആ പ്രശ്നത്തിനിടയിൽ ഖാലിദിന്റെ ദേഷ്യം കാരണം അവന്റെ ഭാര്യയുടെ കഴുത്ത് ഞെരിച്ച് അങ്ങനെ കൊണ്ടുപോകുന്നുണ്ട്. പക്ഷെ മരിച്ചോ ഇല്ലയോ എന്നറിയില്ല. അന്ന് ഖാലിദിന്റെ വൈഫ് അനുഭവിച്ച ആ ഒരു പെയിന് ഇത് നോക്കി നിൽക്കുന്ന ഹൈലിക്കും അനുഭവിക്കാൻ കഴിയുന്നുണ്ട്. സോ ആ ഒരു വേദന വന്നതോട് കൂടിയിട്ട് വീണ്ടും ആ സ്വപ്നത്തിൽ നിന്നും അവൾ ചാടി എഴുന്നേൽക്കുകയാണ്. എപ്പോഴത്തെയും പോലെ തന്നെ ഇത് സ്വപ്നമല്ല, റിയാലിറ്റിയാണ്. വീണ്ടും അവൾക്ക് ആ ഒരു പെയിൻ കൊടുക്കാനായിട്ട്, പണിഷ്മെന്റ് കൊടുക്കാനായിട്ട് അവൾ ലൈഫിലേക്ക് തിരിച്ചു വരികയാണ്. കണ്ണു തുറന്ന ഉടനെ തന്നെ ഹൈലിയുടെ അടുത്തേക്ക് ആ ഒരു പെൺകുട്ടി വരികയാണ്. അവളുടെ മുഖം നിറയെ ചോരയായിരുന്നു. ആ സീൻ ബ്ലാക്ക് ആൻഡ് വൈറ്റ് ആയിട്ടേ കാണിക്കുള്ളൂ കേട്ടോ. എന്തായാലും ഈ പെൺകുട്ടി വന്നിട്ട് നമ്മുടെ ഹൈലിയോട് ചോദിക്കുകയാണ്, എന്തുകൊണ്ടാണ് എന്റെ വാപ്പ എന്നെ അന്ന് വലിച്ചെറിഞ്ഞത്? ഞാൻ അദ്ദേഹത്തിന്റെ മകളല്ല എന്ന് പറഞ്ഞത്, എന്നെ അത്രയും വെറുപ്പോട് കൂടിയിട്ട് നോക്കിയത്. എനിക്കറിയാം അതിനെല്ലാത്തിനും കാരണക്കാരിയായത് നീയാണ്. എന്തിനാടി നീ എന്റെ അടുത്ത് അങ്ങനെ ചെയ്തതെന്ന് പറഞ്ഞിട്ട് ഇപ്പൊ ആ ഒരു പെൺകുട്ടി അവിടെ നിന്ന് പോവാണ്. ഇതേ സമയത്ത് തന്നെ കുലൈബും നമ്മുടെ ഹൈലിയുടെ അടുത്തേക്ക് വന്നിട്ട് അവളെ കൂട്ടിക്കൊണ്ട് മറ്റൊരു മുറിയിലേക്ക് ചെല്ലുകയാണ്. അവിടെ തന്നെ ഒരു ശവക്കല്ലറ ഉണ്ടായിരുന്നു. അതാണ് ഹലാസയുടെ ശവക്കല്ലറ. മാത്രമല്ല ഹൈലിയോട് ഈ കുലൈബ് പറയാണ്, മോളെ നീ നിന്റെ ലൈഫിൽ ഒരുപാട് കുറ്റങ്ങൾ ചെയ്തിട്ടുണ്ട്, ഒരുപാട് പാപങ്ങൾ, അതിനൊന്നും ശിക്ഷ ലഭിക്കാതെ നിനക്ക് ഇവിടുന്ന് പോകാൻ കഴിയില്ല. അതുപോലെ ഇത്രയും നേരം നിന്റെ കൂടെ ഉണ്ടായിരുന്ന ആ ഒരു പെൺകുട്ടി മരിച്ചു പോയത് അതിനുള്ള കാരണക്കാരി നീയാണ്. അതെങ്ങനെയാണെന്നല്ലേ, അന്ന് ഖാലിദ് അവന്റെ വൈഫിന്റെ കഴുത്ത് പിടിച്ച് ഞെരിക്കുമ്പോൾ വാപ്പാ ചെയ്യരുത് എന്ന് പറഞ്ഞിട്ട് മോളുടെ അടുത്തേക്ക് ചെന്നപ്പോൾ ഖാലിദ് ആ ഒരു കുഞ്ഞിനെ എടുത്തു വലിച്ചെറിഞ്ഞു. അതിൽ ആ കുട്ടിയുടെ തലയിടിച്ച് ആ പെൺകുട്ടി മരണപ്പെട്ടു പോയി. ഇത് കണ്ട് ആകെ ഷോക്കായ ഖാലിദിന്റെ ഭാര്യ അവനെ തന്നെ ആക്രമിക്കാനായിട്ട് പോയപ്പോൾ ഖാലിദ് കയ്യിലുണ്ടായിരുന്ന ഗണ്ണ് വെച്ച് ഭാര്യയും വെടിവെച്ച് കൊന്നുകളഞ്ഞു. ഈ രണ്ട് കാര്യം കൂടെ ആയപ്പോൾ ഖാലിദിന്റെ മനോനില തെറ്റിപ്പോയി, ഭ്രാന്തനെ പോലെയായി. അവൻ പതിയെ ആ ഒരു കേക്കിന്റെ അടുത്തേക്ക് ചെന്നു. അന്ന് മകളുടെ ബർത്ത്ഡേ ആയിരുന്നു. പതിയെ ആ കേക്കിലെ ഓരോ മെഴുകുതിരികളും അവൻ കത്തിച്ചു. മകൾക്ക് വേണ്ടി ഒരു വിഷയം പറഞ്ഞ് അവനും അവന്റെ തലയിലേക്ക് ആ ഗണ്ണ് വെച്ച് ഷൂട്ട് ചെയ്തു. അവര് 3 പേരും അവിടെ മരണപ്പെട്ട് മരിച്ചു വീണു. ആ കുടുംബം തന്നെ ഇല്ലാതെയായി. ആ കുടുംബത്തിന്റെ ആ അവസ്ഥക്ക് കാരണം ആരാണ്? ഹൈലി, നീയല്ല അതിന്റെ കാരണക്കാരി. ഇത്രയും നേരം നിനക്ക് ലഭിച്ചതൊന്നുമല്ല ശിക്ഷ, നിനക്ക് ശിക്ഷ ലഭിക്കാൻ പോകുന്നതേ ഉള്ളൂ. യഥാർത്ഥ നരകം എന്താണെന്ന് നീ കാണാൻ പോകുന്നതേ ഉള്ളൂ. ഇത് പറഞ്ഞുകൊണ്ട് കുലൈബിന്റെ ആ ഒരു മട്ടും ഭാവമൊക്കെ മാറുകയാണ്. അതുപോലെ ആ ഒരു മോളുടെ ആത്മാവ് അവള് പറയാണ്, എനിക്ക് അവസാനമായിട്ട് എന്റെ കേക്കിൽ കത്തിച്ചു വെച്ച ആ ഒരു മെഴുകുതിരി ഊതിക്കെടുത്താൻ പറ്റിയില്ല, അത് ഞാനിപ്പോ ചെയ്യാൻ പോവാന്ന് പറഞ്ഞിട്ട് ആ മെഴുകുതിരിയുടെ വെളിച്ചം ഊതിക്കെടുത്തുകയാണ്. അടുത്ത നിമിഷം തന്നെ അവിടെ പൂർണ്ണമായിട്ടും ഇരുട്ടാവുകയാണ്. പിന്നീട് ഹൈലിക്ക് എന്ത് സംഭവിച്ചു എന്ന് കാണിക്കുന്നില്ല. ഹൈലിയെ ഈ ഒരു വീട്ടിൽ വെച്ച് ഇതുപോലെ കാണാതായതിൽ പിന്നെ തീരെ ആൾക്കാർ ആ വീടിന്റെ പരിസരത്തേക്ക് പോലും വരാതായിട്ടുണ്ട്. കുറച്ച് നാളുകൾക്ക് ശേഷം 2 പയ്യന്മാർ ഈ വീടിന്റെ ഉള്ളിൽ വീഡിയോ എടുത്ത് അങ്ങനെ നടക്കുകയാണ്. അപ്പൊ അതിന്റെ ഇടയിൽ ഈ പയ്യന്മാരൊരു കാര്യം പറയുന്നുണ്ട്, കുറെ നാളായിട്ട് ഇങ്ങോട്ടേക്ക് ആരും വരാറില്ല. കാരണം ഹൈലി എന്നൊരു പെൺകുട്ടിയുടെ മൃതദേഹം അതികൊടൂരമായ രീതിയിൽ ചിതറിക്കിടക്കുന്നതായിട്ട് പല ആളുകളും പറഞ്ഞിട്ടുണ്ടായിരുന്നു. അതായത് അന്ന് ഹൈലിക്ക് ഭയങ്കര കൊടൂരമായിട്ടുള്ള ഒരു പണിഷ്മെന്റ് തന്നെ കിട്ടിയിട്ടുണ്ട്. സോ അവളുടെ ആ ഒരു ബോഡി അതിദയനീയമായ രീതിയിൽ തന്നെ ആൾക്കാർ കണ്ടുപിടിച്ചിട്ടുമുണ്ട്. സോ ആ കാര്യമാണ് ഈ പയ്യന്മാർ
നടന്മാർ ഈ വീഡിയോയിലൂടെ അല്ലെങ്കിൽ ഈ ഒരു വ്ലോഗിലൂടെ പറഞ്ഞ് ആ വീട്ടിന്റെ ഉള്ളിലൂടെ അങ്ങനെ നടക്കുന്നത് കേട്ടോ. എന്തായാലും ഇത് കാണിച്ചുകൊണ്ട് സിനിമ ഇവിടെ തീരുകയാണ്. എനിക്കൊരൊറ്റ ചോദ്യമുള്ളൂ, ഭൂമിയിൽ വെച്ച് തെറ്റ് ചെയ്യുന്ന എല്ലാവർക്കും ഇതുപോലെ തന്നെ പണിഷ്മെന്റ് കിട്ടുമോ? ഇല്ല അല്ലേ, ചുമ്മാ ഒരു കഥയ്ക്ക് വേണ്ടി ഒരാളെ മാത്രം തിരഞ്ഞെടുക്കുന്നു, അത്ര തന്നെ. എന്തായാലും കഥയായിട്ട് മാത്രം കാണുക, എൻജോയ് ചെയ്യുക, ആസ്വദിക്കുക. പിന്നെ കഥ കേട്ട് കഴിഞ്ഞാൽ അതങ്ങോട്ട് വിട്ട് കളയുക. എന്തായാലും കഥയെക്കുറിച്ചുള്ള അഭിപ്രായം എന്താണ് നിങ്ങൾ കമന്റ് ബോക്സിലൂടെ അറിയിക്കുക. വീഡിയോ ഇഷ്ടമായ ലൈക്ക് ചെയ്യുക, നമ്മുടെ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക. അപ്പോൾ അടുത്ത വീഡിയോയിൽ നമുക്ക് വീണ്ടും കാണാം. ഓക്കെ, ബൈ.